നമസ്തേ. പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. സജീവമായ വാർത്താ പ്രഭാതം തന്നെയാണ് പതിവ് പോലെ ഇന്നും. എന്തായാലും നമുക്ക് ആദ്യം തലക്കെട്ടുകൾ നോക്കാം. ബംഗാൾ കലാപത്തിൽ ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങി വിശ്വ ഹിന്ദു പരിഷത്ത്. ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് VHP. മുർഷിദാബാദ് സംഘർഷം NIA അന്വേഷിക്കണമെന്നും ആവശ്യം. ഷൈൻ ടോം ചാക്കോ ഇന്ന് പോലീസിന് മുന്നിൽ ഹാജരായേക്കും. വൈകിട്ട് 3-ന് ഹാജരാകുമെന്ന് പിതാവ്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾക്ക് സാധ്യത. വനിതാ CPO ഉദ്യോഗാർത്ഥികളോട് മുഖം തിരിച്ച് സർക്കാർ. റാങ്ക് ലിസ്റ്റ് കാലാവധി ഇന്ന് അവസാനിക്കും. നിരാശയിൽ ഉദ്യോഗാർത്ഥികൾ. നിയമന ശുപാർശ ആകെ 45 പേർക്ക് മാത്രം. ആശാസമരം 69ാം ദിവസത്തിലേക്ക്. റഷ്യയ്ക്കും യുക്രൈനും അന്ത്യശാസനവുമായി ഡൊണാൾഡ് ട്രംപ്. ഉടൻ സമാധാന കരാറിൽ ഒപ്പുവയ്ക്കണം. വെടിനിർത്തൽ വൈകിയാൽ മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്നും മുന്നറിയിപ്പ്. ആണവ നിരായുധീകരണ വിഷയത്തിൽ ഇറാൻ US ചർച്ച ഇന്ന്. ലോട്ടറി ക്ഷേമനിധി തട്ടിപ്പിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ വിജിലൻസ്. ആഭ്യന്തര പരിശോധനാ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിലും അന്വേഷണം. നഷ്ടമായ പണം തിരിച്ചുപിടിക്കുമെന്ന് ക്ഷേമനിധി ബോർഡ് ചെയർമാൻ. ജനം TVയോട് ജനം ബ്രേക്കിംഗ്. കളിപ്പറമ്പിലെ 600 ഏക്കർ ഭൂമി നരിക്കോട്ടില്ലത്തിൻ്റെതെന്ന് അവകാശികൾ. വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച പൂർവികർ വാക്കാൽ ലീസിന് നൽകിയതെന്ന് വാദം. ജനം ബ്രേക്കിംഗ്. IPL-ൽ പഞ്ചാബിന് ജയം. ബംഗളൂരുവിനെ തോൽപ്പിച്ചത് 5 വിക്കറ്റിന്. ഇന്ന് ഗുജറാത്ത് ഡൽഹി പോരാട്ടം. വിശദമായ വാർത്തകൾ നോക്കാം. ബംഗാൾ കലാപത്തിൽ ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങി വിശ്വ ഹിന്ദു പരിഷത്ത്. ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് VHP. മുർഷിദാബാദ് സംഘർഷം NIA അന്വേഷിക്കണമെന്നും ആവശ്യം. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ബംഗാൾ കലാപത്തിൽ ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങുകയാണല്ലോ വിശ്വ ഹിന്ദു പരിഷത്ത്. ഏത് രീതിയിലുള്ള പ്രതിഷേധമാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്? രോഹിണി, വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള കലാപത്തിൽ പശ്ചിമ ബംഗാളിൽ 3 പേർ കൊല്ലപ്പെടുകയും നിരവധി നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത സംഭവം. പ്രത്യേകിച്ച് മുർഷിദാബാദിലാണ് ഏറ്റവും വ്യാപകമായ ആക്രമണം മുസ്ലിം ഭീകരവാദികൾ നടത്തിയത്. ഇതിനെതിരെയാണ് ഇന്നിപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും VHP ഇന്ന് പ്രതിഷേധ ദിനം ആചരിക്കും എന്നാണ് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ദേശീയ നേതൃത്വം ഇന്നലെ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായും VHPയുടെ 2 ആവശ്യങ്ങളാണ്. ഒന്ന്, പശ്ചിമ ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. VHP നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നൊരു വിഷയം ഇതിപ്പോൾ ഈ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, നേരത്തെ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ സമയത്താണെങ്കിലും പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിക്ക് 2021 തെരഞ്ഞെടുപ്പിൽ തുടർഭരണം ലഭിച്ച ഘട്ടത്തിലാണെങ്കിലും വ്യാപകമായ സംഘർഷം അവിടെ രൂപപ്പെട്ടു. ഹിന്ദുക്കളാണ് ഇതിന് ഇരയാകുന്നത്. ഹിന്ദു സമൂഹത്തിന് ബംഗാളിൽ ജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് അവിടുത്തെ സാമൂഹിക അന്തരീക്ഷം മാറ്റുകയാണ് അവിടുത്തെ സർക്കാർ തന്നെ. അതിനാൽ പശ്ചിമ ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം എന്നതാണ് VHPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന്. മറ്റൊന്ന്, ഈ മുർഷിദാബാദിൽ നടന്ന കലാപത്തെപ്പറ്റി ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കണം എന്നുള്ളതാണ്. നിലവിലൊരു 9 അംഗ സമിതിയുടെ അന്വേഷണം നടക്കുന്നു. അത് ബംഗാൾ പോലീസാണ് ആ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. എന്നാൽ VHP ചൂണ്ടിക്കാണിക്കുന്നത് ഈ കലാപത്തിന് എല്ലാ പിന്തുണയും നൽകുന്നത് മമതാ ബാനർജിയും സർക്കാരുമാണ്. അതിനാൽ പശ്ചിമ ബംഗാൾ പോലീസിൻ്റെ അന്വേഷണം വെറും ഒരു പ്രഹസനമാകും എന്നതാണ് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ആശങ്ക. അതിനാൽ ദേശീയ അന്വേഷണ ഏജൻസി NIAയുടെ ഒരു അന്വേഷണം ഈ മുർഷിദാബാദ് കലാപവുമായി ബന്ധപ്പെട്ട് വേണം എന്നും വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെടുന്നു. ഈ 2 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇന്നിപ്പോൾ രാജ്യവ്യാപക പ്രതിഷേധത്തിന് VHP ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഗൗതം, നമുക്കറിയാം പലപ്പോഴും വഖഫ് ആകട്ടെ പൗരത്വ ഭേദഗതി നിയമമാകട്ടെ ഇത്തരം വിഷയങ്ങളിലൊക്കെ പശ്ചിമ ബംഗാളിൽ ആദ്യം ഒരു തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവന വരികയും അതേ തുടർന്ന് ഇസ്ലാമിസ്റ്റുകളാണ് പലപ്പോഴും ഈ ആക്രമണത്തിന് നേതൃത്വം വഹിക്കുന്നത് എന്നുള്ളതുമാണ്. അവിടെയാണ് മമതാ ബാനർജി സർക്കാർ വലിയ രീതിയിലുള്ള മൗനം പിന്തുടരുന്നത്. അതായത് ഏതു രീതിയിലുള്ള ആക്രമണം നടത്തിയാലും
ബംഗാൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തുടർ നടപടി ഉണ്ടാകില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സന്ദേശം ഈ തീവ്രവാദികൾക്ക് ലഭിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വലിയ രീതിയിലുള്ള കലാപം അഴിച്ചുവിടുകയും ആ കലാപത്തിൻ്റെ മറവിൽ ഹിന്ദുക്കളെ ഉൾപ്പെടെ വേട്ടയാടി കൊല്ലുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം. ഇത് കാലാകാലങ്ങളായി തുടരുന്ന ഒരു പ്രവണതയാണ്. പക്ഷേ ഇതിനെതിരെ ഒരു തടയിട്ടേ മതിയാകുകയുള്ളൂ. എന്തായാലും ഇതിപ്പോൾ നിലവിൽ രാഷ്ട്രപതി ഭരണം തന്നെ വേണം എന്ന് ആവശ്യപ്പെടുന്നതിലൂടെ ശക്തമായ ഒരു പ്രതിഷേധത്തിന് തന്നെയല്ലേ വിശ്വ ഹിന്ദു പരിഷത്ത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്? രോഹിണി, കഴിഞ്ഞ ദിവസം BJPയും ഇതേ ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. പശ്ചിമ ബംഗാളിലെ മുഖ്യ പ്രതിപക്ഷമായ BJPയുടെ നേതാവും പ്രതിപക്ഷ നേതാവുമായ സുവേന്ദു അധികാരിയും പശ്ചിമ ബംഗാളിൽ താൽക്കാലികമായെങ്കിലും രാഷ്ട്രപതി ഭരണം കൊണ്ടുവരണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തും ഇതേ ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളതാണ്. രോഹിണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുടർച്ചയായി ഇത്തരം കലാപങ്ങൾ ബംഗാളിൽ ഉണ്ടാവുകയാണ്. നേരത്തെ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പേരിൽ രാജ്യത്ത് മറ്റ് ചില ഭാഗങ്ങളിൽ കൂടി കലാപങ്ങൾ നടന്നിരുന്നു. രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലും അതോടൊപ്പം തന്നെ മംഗലാപുരത്തുമൊക്കെ കലാപം അതോടൊപ്പം തന്നെ ചിലയിടത്ത് പോലീസുമായുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെങ്ങും മറ്റ് ഒരു സ്ഥലത്തും ഇത്തരം പ്രതിഷേധങ്ങളോ ഇത്തരം അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ പശ്ചിമ ബംഗാളിൽ ഏതൊരു വിഷയം വന്നു കഴിഞ്ഞാലും അതിനെതിരെ തെറ്റായ പ്രചരണങ്ങൾ ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ തന്നെ നടത്തുന്നു. അതിന് പിന്നാലെ വ്യാപകമായ ആക്രമണം ഈ ഇസ്ലാമിക ഭീകര സംഘടനകൾ അത് ഏറ്റെടുത്ത് നടത്തുന്നു എന്നുള്ളതാണ്. 2021 പശ്ചിമ ബംഗാളിൽ മമതാ സർക്കാരിൻ്റെ തുടർഭരണം ലഭിക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ ആഘോഷം എന്ന നിലയിലാണ് അന്ന് കലാപം നടന്നത്. ആ കലാപത്തിൽ നൂറുകണക്കിന് ഹിന്ദുക്കൾക്ക് അയൽ സംസ്ഥാനമായ അസ്സാമിലേക്ക് അഭയാർത്ഥികളായി പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് പല സംഘർഷങ്ങളുടെ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ബംഗാളിൽ മാത്രമാണ് ഇപ്പോൾ ഇത്തരം വ്യാപകമായ കലാപങ്ങൾ ഓരോ വിഷയങ്ങളുടെ പേരിൽ നടക്കുന്നത്. രാമനവമി ആഘോഷങ്ങൾക്ക് ബാൻ ഏർപ്പെടുത്തുക, അത്തരം വിവാദ വിഷയങ്ങൾ കൂടി പശ്ചിമ ബംഗാളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം. അതിനാൽ ബംഗാളിൽ ഇത്തരം ഹിന്ദു വിരുദ്ധമായ കലാപങ്ങൾ തുടർക്കഥയാകുന്നു എന്നതാണ് ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന ആശങ്ക എന്നത്. രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിലെങ്ങും കലാപത്തിൻ്റെ അന്തരീക്ഷങ്ങൾ നിലനിൽക്കുന്നില്ല. മുൻകാലഘട്ടങ്ങളിൽ ഒരു 10-20 വർഷങ്ങൾക്ക് മുൻപൊക്കെ UP അതുപോലെ തന്നെ ബീഹാർ പോലെയൊക്കെയുള്ള ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലാണ് വ്യാപകമായ കലാപങ്ങൾ നടന്നതെങ്കിൽ ഇപ്പോൾ ഉത്തർപ്രദേശൊക്കെ പൂർണ്ണമായും ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷമാണ് അവിടെ നിലനിൽക്കുന്നത്. കലാപകാരികളെ കൃത്യമായി യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ അടിച്ചമർത്തുന്നുണ്ട്. മറ്റ് ഉത്തര ഭാരതത്തിലെ സംസ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാലും പഴയ കലാപത്തിൻ്റെ കണക്കുകളും ഇപ്പോഴത്തെ കണക്കുകളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും. ഇപ്പോൾ പൊതുവെ ശാന്തമാണ് ഈ സംസ്ഥാനങ്ങളെല്ലാം. എന്നാൽ പശ്ചിമ ബംഗാൾ തുടർച്ചയായി കലാപങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ് ഇപ്പോൾ വലിയ ആശങ്കയ്ക്ക് വഴിവെക്കുന്നത്. അതിനാലാണ് അവിടെ രാഷ്ട്രപതി ഭരണം വേണം എന്നൊരു ആവശ്യം ശക്തമാകുന്നത്. രോഹിണി. ശരി. ബംഗാൾ കലാപത്തിൽ ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങി വിശ്വ ഹിന്ദു പരിഷത്ത്. ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് VHP, മുർഷിദാബാദ് സംഘർഷം NIA അന്വേഷിക്കണമെന്നും ആവശ്യം. ഗൗതം അനന്തനാരായണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. റഷ്യ യുക്രൈൻ വെടിനിർത്തൽ നടപ്പാക്കുന്നത് വൈകിയാൽ മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്ന് ട്രംപ്. വെടിനിർത്തൽ ഉടൻ യാഥാർത്ഥ്യമാക്കാൻ ഇരു രാജ്യങ്ങളും തയ്യാറാകണമെന്നും അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു. ദിനം തോറും നിരവധി മനുഷ്യർ യുദ്ധം കാരണം മരണപ്പെടുന്നു. വെടിനിർത്തലിനുള്ള സാധ്യത വൈകിപ്പിക്കുന്നത് വിഡ്ഢിത്തം എന്ന് വിശേഷിപ്പിക്കേണ്ടി വരുമെന്നും ട്രംപ്. If for some reason one of the two parties makes it very difficult, we're just going to say you're foolish, you're fools, you're horrible people, and we're going to just take a pass. But hopefully we won't have to do that. Now, Marco is right in saying it. We want to see it end. Think of it. Every day, a lot of people are being killed as we talk about, as they play games. So we're not going to take that, and we'll see. I think we have a good chance of solving the problem, however. Well, I don't want to say that, but we want to see it end. കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, റഷ്യ യുക്രൈൻ വെടിനിർത്തൽ നടപ്പാക്കുന്നത് വൈകിയാൽ മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്നുള്ളൊരു മുന്നറിയിപ്പാണല്ലോ ട്രംപ് നൽകിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഇത്തരത്തിൽ ഈ വെടിനിർത്തലിനുള്ള സാധ്യത വൈകിപ്പിക്കുന്നത് വിഡ്ഢിത്തം എന്നാണ് ട്രംപ് വിശേഷിപ്പിക്കുന്നത്. നമുക്ക് എങ്ങനെ വിലയിരുത്താം? തീർച്ചയായും രോഹിണി, ഏറെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം തന്റെ നിലപാടുകൾ വ്യക്തമാക്കുന്നത് എന്നത് ഏറെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. നമുക്കറിയാവുന്നതാണ്, രണ്ട് രാജ്യങ്ങളും, അത് യുക്രൈൻ ആയാലും റഷ്യ ആയാലും, ഈ രണ്ട് രാജ്യങ്ങളും വെടിനിർത്തലിൽ ആത്മാർത്ഥമായ ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്നൊരു ആരോപണം അല്ലെങ്കിൽ ഒരു നിലപാട് സ്വാഭാവികമായും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ ദിവസവും ഇത് സംബന്ധിച്ച് ചില ചർച്ചകളെല്ലാം നടന്നിരുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മാർക്കോ റൂബിയോയുമായി പാരീസിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു ചർച്ച നടന്നിരുന്നപ്പോഴും ഈ പാരീസിൽ ഇക്കാര്യം തന്നെയാണ് മാർക്കോ റൂബിയോയും വ്യക്തമാക്കിയത്. തുടർന്ന്
എപ്പോഴാണ് ട്രംപ് ഇത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ ഒരു വാലിഡേഷൻ എന്ന രീതിയിൽ കൃത്യമായ നിലപാട് മാധ്യമപ്രവർത്തകരോട് അറിയിക്കുകയും ചെയ്തത്? അതിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നത് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം 3 വർഷം കഴിഞ്ഞ ഒരു സാഹചര്യമാണുള്ളത്. ഈ 3 വർഷം കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ 2022 മുതൽ തുടരുന്ന ഈ യുദ്ധത്തിന് ഒരു പരിഹാരമുണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം രണ്ട് രാജ്യങ്ങൾക്കുമുണ്ട്. ആ രണ്ട് രാജ്യങ്ങളും അക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കാതിരിക്കുന്നത് വളരെ വിഡ്ഢിത്തപരമായ ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ വിഡ്ഢിത്തമാണ്, വളരെ ദുർഘടം പിടിച്ച അല്ലെങ്കിൽ ഏറെ ദുരിതം ഉള്ള സമൂഹത്തിനുണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് അക്കാര്യം എന്ന് വളരെ കൃത്യമായി പറയുകയും ഈ പ്രശ്നം ഉടൻ പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നടത്തണമെന്ന് മുന്നറിയിപ്പ് നൽകുകയും അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ ഉണ്ടാകാതിരിക്കുകയാണെങ്കിൽ അമേരിക്ക ഈ മാധ്യസ്ഥ ചർച്ചയിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം എടുക്കും എന്ന് വളരെ കൃത്യമായി ട്രംപ് അറിയിച്ചിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ പ്രശ്നം പരിഹരിക്കുക എന്നതാണ് ലക്ഷ്യം. ഇക്കാര്യത്തിൽ നിന്ന് പിന്മാറുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നം വഷളാക്കി പിന്തിരിഞ്ഞോടുകയോ ചെയ്യാനുള്ള നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകില്ല എങ്കിൽ കൂടി ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന ഒരു നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, കരിങ്കടലിൽ വെടിനിർത്തലിനുള്ള നീക്കം ഇരു രാജ്യങ്ങളും അംഗീകരിച്ചിരുന്നു. അങ്ങനെ സ്വാഭാവികമായും യുക്രൈന്റെയും റഷ്യയുടെയും നിരവധി തുറമുഖങ്ങൾ 4ഓളം തുറമുഖങ്ങളിൽ കൃത്യമായ വാണിജ്യ ഇടപാടുകൾ നടത്തുന്നതിനും കപ്പലുകളുടെ സുഗമമായ ഗതാഗതം സാധ്യമാക്കുന്നതിനുമുള്ള ഒരു ധാരണയിലെത്തിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന പ്രതീക്ഷയാണ് ഉയർന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു വെടിനിർത്തൽ പിന്നീട് ഉണ്ടായില്ല എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയം. നമുക്കറിയാവുന്നതാണ്, ഉപരോധങ്ങൾ ഉൾപ്പെടെ നേരിടേണ്ടി വരുമെന്ന് റഷ്യക്ക് വളരെ കൃത്യമായ മുന്നറിയിപ്പ് ഒരു ഘട്ടത്തിൽ ട്രംപ് നൽകുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഉപരോധങ്ങളിലേക്ക് വരെ നീങ്ങുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിലേക്ക് നീങ്ങരുത് എന്ന കടുത്ത നിലപാട് അന്നേ തന്നെ അമേരിക്ക സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇനി പിന്മാറും എന്ന മുന്നറിയിപ്പ്, അതായത് നിലവിലെ സാഹചര്യങ്ങളിൽ വെടിനിർത്തലിനുള്ള നീക്കങ്ങൾ രണ്ട് രാജ്യങ്ങളും കൃത്യമായി പാലിക്കാതെ വരികയാണെങ്കിൽ വെടിനിർത്തൽ ചർച്ചകളിൽ നിന്ന് അമേരിക്ക പിന്മാറുമെന്ന് പറയുന്നതിൽ മറ്റൊരു കൃത്യമായ സൂചന കൂടിയുള്ളത് അമേരിക്ക റഷ്യക്കോ അല്ലെങ്കിൽ യുക്രൈൻ ഉൾപ്പെടെയുള്ള ഈ വെടിനിർത്തലിനെ വിമുഖത കാണിക്കുന്ന രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നതിനുള്ള നീക്കം നടക്കും എന്നൊരു സൂചന തന്നെയാണ് ഇതിനുള്ളത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി തന്നെ ഈ രണ്ട് രാജ്യങ്ങളിൽ ആരാണോ വെടിനിർത്തലിനെ എതിരായ നിലപാട് സ്വീകരിക്കുന്നത് അവർക്കുണ്ടാകുമെന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് കടക്കുമെന്നതിന്റെ ഒരു മുൻകൂർ സൂചന തന്നെയാണ് മാർക്കോ റൂബിയോ പാരീസിൽ നടത്തിയ പ്രസ്താവനയും അതുപോലെ തന്നെ ഇന്ന് ട്രംപ് അതിനെ കൃത്യമായ വിശദീകരണം നൽകിക്കൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനവും. രോഹിണി. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്. പോലീസ് നൽകിയ നോട്ടീസ് അനുസരിച്ച് നടൻ ഷൈൻ ടോം ചാക്കോ എറണാകുളം നോർത്ത് പോലീസിൽ ഇന്ന് ഹാജരാകുമോ എന്നതിൽ അവ്യക്തത തുടരുന്നു. രാവിലെ 10 എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഹാജരാകണം എന്ന നോട്ടീസിന് ഉച്ചയ്ക്ക് ശേഷം 3 ആകാം എന്നായിരുന്നു ഷൈനിന്റെ പിതാവ് ചാക്കോയുടെ പ്രതികരണം. എന്നാൽ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഷൈൻ പോലീസിന് മുന്നിൽ ഇന്നും ഹാജരാകാൻ സാധ്യതയില്ലെന്ന് സൂചനകൾ ഉണ്ട്. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, പോലീസ് നൽകിയ നോട്ടീസ് അനുസരിച്ച് നടൻ ഷൈൻ ടോം ചാക്കോ ഇന്നാണ് നോർത്ത് പോലീസിന് മുന്നിൽ ഹാജരാകേണ്ടത്. പക്ഷേ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നും ഒരു പക്ഷേ പോലീസിന് മുന്നിൽ ഹാജരാകാൻ സാധ്യതയില്ല എന്നുള്ള ചില സൂചനകൾ കൂടി വരുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ്? രോഹിണി, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിലവിൽ ഇതിൻ്റെ ചോദ്യം ചെയ്യലിന് വേണ്ട എല്ലാ തയ്യാറെടുപ്പുമായി സെൻട്രൽ ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് തയ്യാറായി കഴിഞ്ഞു. ഇതേ സാഹചര്യത്തിൽ തന്നെ ഷൈൻ ടോം ചാക്കോ ഇന്ന് ഇവിടെ ഹാജരായി കഴിഞ്ഞാൽ, ഒന്ന്, ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയതുമായി ബന്ധപ്പെട്ട ഒരു കേസ് നിലനിൽക്കുന്നു. രണ്ട്, ഇപ്പോൾ ഈ പോലീസിൻ്റെ പരിശോധനയ്ക്കിടയിൽ ഓടി രക്ഷപ്പെട്ടതുമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ഇതിൽ കേസെടുക്കാൻ തക്ക തെളിവുകളായിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം നർക്കോട്ടിക് SP പറഞ്ഞു എങ്കിൽ കൂടിയും അതിലേക്ക് കുരുക്കപ്പെടാനുള്ള ഒരു വലിയ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം ഷൈൻ ടോം ചാക്കോ ഹാജരായി കഴിഞ്ഞാൽ സ്വാഭാവികമായും വൈദ്യപരിശോധന അടക്കം നടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അത്തരം നടപടികളിലേക്കൊക്കെ പോകുമ്പോൾ അത് ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒരു കുരുക്കായി മാറുമോ എന്ന ആശങ്ക നിയമവിദഗ്ധരടക്കം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വൈദ്യപരിശോധന നടത്തിയാലും ശരീരത്തിൽ നിന്നും ഇത്തരത്തിൽ ലഹരി വസ്തുക്കളുടെ ഒരു സാന്നിധ്യം കണ്ടെത്താതിരിക്കാനുള്ള തക്ക ആ ഒരു ഉറപ്പ് ലഭിച്ചതിന് ശേഷം മാത്രം ഹാജരാവാനാണ് സാധ്യത എന്നത് ഒരു കാര്യം. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അത്തരം ഒരു കാര്യം നിലനിൽക്കുന്നു. രണ്ടാമത്തെ കാര്യം, കൃത്യമായും ഇവർ കഴിഞ്ഞ ദിവസങ്ങളിലെ കുറേ ദിവസമായി തന്നെ ഷൈൻ ടോം ചാക്കോ പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. ആ നിരീക്ഷണ കാലഘട്ടത്തിൽ താമസിച്ച എറണാകുളം കൊച്ചിയിലുള്ള 6 ഹോട്ടലുകൾ, അവിടെ നിന്നുള്ള CCTV ദൃശ്യങ്ങളടക്കം ഇതിനോടകം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അവിടെ ഷൈൻ ടോം ചാക്കോയുമായി കൂടിക്കാഴ്ച നടത്തിയവരെക്കുറിച്ചും അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറേ ദിവസമായുള്ള ഫോൺ കോൾ വിവരങ്ങൾ
വിവരങ്ങളെ ശേഖരിച്ച് അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലുള്ള ചോദ്യം ചെയ്യലിൽ ഇതിൽ ലഹരി കടത്തില്ലെങ്കിൽ ലഹരി എത്തിച്ച് നൽകുന്നവരുമായിട്ടുള്ള ബന്ധങ്ങൾ, അവർ തമ്മിലുള്ള സംസാരത്തിലെ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ഒരു പക്ഷേ ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒരു കുരുക്കായാൽ അത് ഏതെങ്കിലും തരത്തിൽ നാളെ ഈസ്റ്ററാണ്, അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇതിന് ശേഷം എന്തായാലും തിങ്കളാഴ്ച ഇവിടെ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് മുമ്പിൽ ഹാജരാകാമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. അതിനെത്തുമ്പോഴത്തേക്കും ഈസ്റ്ററും കഴിഞ്ഞ് അപ്പോഴേക്കും വന്നാൽ മതി എന്നുള്ള ഒരു തരത്തിലുള്ള തീരുമാനത്തിലേക്ക് ഷൈൻ ടോം ചാക്കോ പോകും എന്ന് തന്നെയാണ് സൂചന ലഭിക്കുന്നത്. എന്നാൽ കൃത്യമായും ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ ചാക്കോ പറഞ്ഞത് ഇന്നലെ ഈ പോലീസ് എത്തി മടങ്ങിയതിന് ശേഷം പോലീസിനോടും അതിനുശേഷം മാധ്യമങ്ങളോടും പറഞ്ഞത് ഇന്ന് 3 മണിയോടെ എത്തും, രാവിലെ 10 മണി മറ്റൊരു സമയമായിരുന്നു അവർ നിർദ്ദേശിച്ചത്. എന്നാൽ ആ സമയത്തേക്ക് ഓടിയെത്താൻ സാധിക്കാത്തതിനാൽ ഉച്ചയ്ക്ക് 3 മണിക്ക് എത്താമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവൻ എത്തും എന്ന രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ അത് എത്രത്തോളം വിശ്വസനീയമാണ്? തൊട്ടടുത്ത വാചകത്തിൽ പറയുന്നത് നിയമോപദേശം തേടിയിട്ടില്ല, എന്നാൽ അഡ്വക്കേറ്റ് രാമൻ നായരെയാണ് സമീപിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഒരു കേസിന് സമീപിക്കുമ്പോൾ അതിലെ ഉപദേശങ്ങൾ തേടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഇന്നലെ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ പറ്റിയ കാര്യമല്ല. ഇതേ സാഹചര്യത്തിൽ തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്ക് മുന്നിൽ പോലീസിൻ്റെ കൃത്യമായും എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയണം എന്നത് സംബന്ധിച്ച ഒരു ധാരണയുണ്ട്. അതിൽ ഷൈൻ ടോം ചാക്കോയുടെ പ്രതികരണം എത്തരത്തിലാകും എന്നതും എല്ലാം തന്നെ ഒരു അവ്യക്തത നിലനിൽക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കേസ് 2015 രജിസ്റ്റർ ചെയ്ത ഒരു കേസിലെ വലിയ നാണക്കേട് മുന്നിൽ നിൽക്കുമ്പോൾ ഇതിൽ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ വീണ്ടും ഒരു പഴി കേൾക്കേണ്ട സാഹചര്യത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഇവർ ശേഖരിക്കാവുന്ന വിവരങ്ങൾ പരമാവധി ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ഇവർ ഇന്ന് തന്നെ ഹാജരാവണമെന്ന് പ്രധാനമായും നിർദ്ദേശിച്ചതിൻ്റെ പിന്നിലും ഏറ്റവും പ്രധാനമായും ഈ വൈദ്യപരിശോധന അടക്കം നടത്തിക്കൊണ്ട് കൃത്യമായും ഇത്തരത്തിൽ രാസലഹരിയുടെ സാന്നിധ്യങ്ങൾ അത് കണ്ടെത്താൻ കഴിയുമോ എന്ന വലിയ ഒരു നീക്കം തന്നെയാണ് പോലീസിന് മുന്നിലുള്ളത്. അതിൻ്റെ ശ്രമവുമായി പോലീസ് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും അതിനെ പ്രതിരോധിക്കാനുള്ള ഏത് അടവും ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നത് കഴിഞ്ഞ ദിവസത്തെ ഓട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് അറിയാവുന്നതാണ്. ഏത് രീതിയിലും രക്ഷപ്പെടുക എന്നത് ഷൈൻ ടോം ചാക്കോയ്ക്ക് മുന്നിലുള്ള പ്രധാന ലക്ഷ്യമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു നീക്കം തന്നെയാവും ഈ കേസുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. ശരി, സുധേഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ മണിക്കൂറുകൾ ശേഷിക്കെ വനിതാ CPOമാരോട് മുഖം തിരിച്ച സർക്കാർ കഴിഞ്ഞ 18 ദിവസമായി ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ വിവിധ സമരമുറകളുമായി പ്രതിഷേധം നടത്തിയിട്ടും ഫലം കാണുന്നില്ല. സമരകാലയളവിൽ 45 പേർക്ക് അഡ്വൈസ് മെമ്മോ നൽകിയെങ്കിലും നിയമനം നടന്നത് 50% താഴെ മാത്രമാണ്. എസ് ശാലിനി ചേരുന്നു വിവരങ്ങളുമായി. ശാലിനി, CPO വനിതാ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുഭാവപൂർണമായ ഒരു നീക്കവും നടക്കുന്നില്ല എന്നുള്ളത് നിരാശയിൽ തന്നെയാണോ വനിതാ CPOമാർ? രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇന്ന് 12 മണിയോട് കൂടിയാണ് റാങ്ക് പട്ടികയുടെ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ പോകുന്നത്. ഏറെ പ്രതീക്ഷയോടെയാണ് 18 ദിവസങ്ങൾക്ക് മുൻപ് ഏപ്രിൽ 2-ാം തീയതി ഇവർ ഈ സമരപ്പന്തലിലേക്ക് എത്തിയത്. ആ സമരപ്പന്തലിലേക്ക് എത്തിയ അന്ന് മുതൽ പ്രതീക്ഷയും ഒപ്പം തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു അനുഭാവപൂർണ്ണമായ നടപടി ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. പക്ഷേ ഇന്നലെ 45 പേർക്ക് ഇവിടെ സമരമിരിക്കുന്ന 3 വനിതാ CPO റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്കടക്കം 45 പേർക്ക് അഡ്വൈസ് മെമ്മോ നൽകിയതല്ലാതെ കാര്യമായ രീതിയിലുള്ള നിയമനങ്ങളൊന്നും തന്നെ ഈ റാങ്ക് പട്ടികയിൽ ഉണ്ടായിട്ടില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രതിഷേധ സമരം ഇവരുടെ നടത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്ന് രാത്രി ആ ഒരു കാലാവധി കഴിയാനൊരുങ്ങുമ്പോൾ യാതൊരു രീതിയിലുള്ള ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് 18-ാം ദിവസമാണ് സമരം. രാപ്പകൽ സമരമായിരുന്നു ഇവർ ഈ കഴിഞ്ഞ 18 ദിവസമായി ഇവിടെ നടത്തിക്കൊണ്ട് വന്നത്. ഈ 653/2017 എന്നുള്ള ആ ഒരു റാങ്ക് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് ഏകദേശം 45.67 ആണ്. അതിനുശേഷം ആകെ നിയമനം നടന്നത് 757 ആണ്. 2009 കണക്കിലേക്ക് വരികയാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് 45 ആയിരുന്നു. പക്ഷേ ആകെ നിയമനം നടന്നത് 815 പേർക്ക് മാത്രമാണ്. ഈ തവണത്തെ നിയമനം എന്നുള്ളത് വെറും 292 നിയമനങ്ങൾ മാത്രമാണ് ഈ കാലയളവിൽ PSC നടത്തിയിട്ടുള്ളത്. അതിനെതിരെയാണ് ഇത്തരത്തിൽ ശക്തമായ ഒരു പ്രതിഷേധ പരിപാടി കഴിഞ്ഞ 18 ദിവസമായി ഇവരിവിടെ നടത്തുകയും ചെയ്തിട്ടുള്ളത്. സേനയിലെ അംഗബലം കൂട്ടാനുള്ള ഫയൽ പാസാക്കി WCPO ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കുക എന്നുള്ളൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ യൂണിഫോം സ്വപ്നം കണ്ട പലരുടെയും
അവസാന അവസരമാണ്. പലരും ഈ ഒരു ലിസ്റ്റിലോട് കൂടി അവരുടെ ഏജ് പരിമിതി കടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പരിമിതിക്കുള്ളിൽ നിന്ന് അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും ഒരു സ്വപ്ന ജോലിയാണ്. ആ ജോലിയാണ് ഇപ്പോൾ ഈ സങ്കടക്കടലായി കണ്ണീർ കടലായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളെ നമുക്കിപ്പോൾ ഈ സമരപ്പന്തലിലേക്ക് നോക്കിയാൽ ഭൂരിഭാഗം ആളുകളും രാവിലത്തെ റിഫ്രഷ്മെന്റിനും ഒക്കെ ആയിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്, കുളിക്കാൻ പോയിട്ടുണ്ട്. ബാക്കി ഇവിടെ ആകെ ഉള്ളത് കുറച്ച് പേർ മാത്രമാണ്. എങ്കിൽ പോലും വരും മണിക്കൂറിൽ കൂടുതൽ ആളുകൾ ഈ സമരപ്പന്തലിലേക്ക് സമരവേദിയിലേക്ക് എത്തുകയും ചെയ്യും. അവരൊക്കെ ഇവിടെ ഈ സ്ത്രീകളാണ്, പെൺകുട്ടികളാണ്, ചെറിയ പ്രായമുള്ള പെൺകുട്ടികളാണ്. അവരൊക്കെ ഈ ഒരു റോഡിന്റെ ഈ ഒരു ഫുട്പാത്തിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങേണ്ട സാഹചര്യം അത് സർക്കാർ തന്നെ ഉണ്ടാക്കിയതാണ്, PSC തന്നെ ഉണ്ടാക്കിയതാണ് എന്നുള്ളൊരു ആക്ഷേപമാണ് ഇവർ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരു ഭാഗത്ത് ആശാവർക്കർമാരുടെ സമരം നടക്കുന്നു, മറുഭാഗത്ത് ഇത്തരത്തിൽ CPOമാരുടെ സമരം തുടരുകയും ചെയ്യുകയാണ്. എന്തായാലും ഇന്ന് ഈ CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ കാലാവധി അല്ലെങ്കിൽ അവരുടെ റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിക്കുകയാണ്. ആ അവസാനിക്കുന്ന മണിക്കൂറുകൾ മാത്രം ഉള്ള സമയത്തും ഏറെ പ്രതീക്ഷയോട് കൂടിയാണ് ഈ CPOമാർ ഇവിടെ തുടരുകയും ചെയ്തിട്ടുള്ളത്. കാരണം ഒരു അനുകൂല നിയമനം അല്ലെങ്കിൽ അനുകൂല തരത്തിലുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആഭ്യന്തര വകുപ്പിന്റെയും ഒപ്പം തന്നെ PSCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ്. ഒന്നല്ലെങ്കിൽ അവരുടെ ലിസ്റ്റിന്റെ കാലാവധി നീട്ടുക എന്നുള്ളൊരു ആഗ്രഹം അവർ പങ്കുവെക്കുന്നുണ്ട്. മറ്റ് ഒരു ആഗ്രഹം എന്നുള്ളത് അവരുടെ കൂടുതൽ നിയമനം 45 പേർക്ക് ഇന്നലെ അഡ്വൈസ് മെമ്മോ നൽകി. അതിൽ കൂടുതൽ ആളുകൾക്ക് അഡ്വൈസ് മെമ്മോ നൽകും അല്ലെങ്കിൽ നൽകാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇവർ പങ്കുവെക്കുന്നത്. എന്തായാലും സമരം തുടരുക തന്നെയാണ്. ഈ പുലർവേളയിൽ ഈ ഒരു സമയത്തും സമരപ്പന്തൽ സജീവമാണ്. എന്തായാലും സർക്കാരിനെതിരെ തുടർ സമരങ്ങൾ പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്കിലും തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ശക്തരായ 2 വനിതാ കൂട്ടായ്മകൾ, ഒരു ഭാഗത്ത് ആശാ സമരം നടക്കുന്നു, മറുഭാഗത്ത് വനിതാ CPOമാരുടെ സമരം നടക്കുന്നു. എന്തായാലും ഈ മണിക്കൂറും സമരം തുടരുകയാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല തീരുമാനം അല്ലെങ്കിൽ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഈ മണിക്കൂറിലും CPOമാർക്ക് ഉള്ളത്. രോഹിണി. ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിലെ സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ MD നോൺ ക്ലിനിക്കൽ കോഴ്സുകളിലെ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു. ആകെയുള്ള 120ഓളം സീറ്റുകളിൽ 28 എണ്ണമാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. നോൺ ക്ലിനിക്കൽ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുമ്പോൾ വിദ്യാർത്ഥികൾ താൽപ്പര്യം കാണിക്കുന്ന ക്ലിനിക്കൽ PG കോഴ്സുകളുടെ സീറ്റ് എണ്ണം രോഗികൾക്ക് ആനുപാതികമായി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല. 2024 അധ്യയന വർഷത്തെ പ്രവേശന നടപടികൾ പൂർത്തിയായ ഘട്ടത്തിലാണ് കണക്കുകൾ പുറത്തുവന്നത്. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ക്ലിനിക്കൽ, നോൺ ക്ലിനിക്കൽ കോഴ്സുകളിൽ മുഴുവൻ സീറ്റുകളിലേക്കും വിദ്യാർത്ഥികൾ എത്തിയെങ്കിലും സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ MD നോൺ ക്ലിനിക്കൽ കോഴ്സുകളിൽ 25% സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. രോഗി പരിചരണത്തിന് അവസരമില്ലെന്നതിനാൽ ലക്ഷങ്ങൾ ചിലവിട്ട് മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയാലും തൊഴിൽ രഹിതരാവുമെന്ന ആശങ്കയാണ് ഇതിനു കാരണമെന്നാണ് നിഗമനം. സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ ക്ലിനിക്കൽ കോഴ്സിലെ മുഴുവൻ സീറ്റുകളിലും അഡ്മിഷൻ നടന്നിട്ടുമുണ്ട്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ 2024 അധ്യയന വർഷം 1428 MBBS സീറ്റുകളിൽ അലോട്ട്മെന്റ് നടത്തി. സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ ഇത് 2850 ആണ്. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ MBBS സീറ്റുകളുടെ ഇരട്ടിയോളമാണ് സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ സീറ്റുകളുടെ എണ്ണം. ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയസിംഗിന് സംസ്ഥാന പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ കാര്യാലയത്തിൽ നിന്ന് ലഭിച്ച വിവരാവകാശ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത്. രോഗികൾക്ക് ആനുപാതികമായുള്ള ഡോക്ടർമാരില്ലെന്ന വിവരം പുറത്തുവരുമ്പോഴാണ് ഈ കണക്കുകളും പുറത്തുവരുന്നത്. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ബിരുദ, ബിരുദാനന്തര ബിരുദ, സൂപ്പർ സ്പെഷ്യാലിറ്റി കോഴ്സുകളിലെ സീറ്റുകളുടെ എണ്ണം രോഗികൾക്ക് ആനുപാതികമായി വർദ്ധിപ്പിക്കുവാൻ സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്ന വിമർശനമാണ് ഇതോടെ ശക്തമാകുന്നത്. ജനം, കോഴിക്കോട്. പാലക്കാട് മലമ്പുഴയിൽ സർക്കാർ സാനിറ്ററി വേസ്റ്റ് ലാൻഡ് ഫില്ലിംഗ് പദ്ധതി ആരംഭിക്കാൻ ഒരുങ്ങുന്നത് ജൈവ വൈവിധ്യ മണ്ഡലത്തിലെ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള പ്രദേശത്ത്. വംശനാശ ഭീഷണി നേരിടുന്ന 12 ഇനം പക്ഷികളുടെ കേന്ദ്രം കൂടിയായ മേഖലയിൽ പദ്ധതി ആരംഭിക്കണമെങ്കിൽ സൂക്ഷ്മവും വിശദവുമായ പഠനം വേണമെന്നാണ് പരിസ്ഥിതി സ്നേഹികൾ പറയുന്നത്. നീലഗിരി ജൈവ വൈവിധ്യ മണ്ഡലത്തിലെ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള പ്രദേശമാണ് വാളയാർ കാടുകൾ. ആ വാളയാർ കാടുകളിൽ ഉൾപ്പെട്ട പുതുശ്ശേരി പഞ്ചായത്തിലെ പ്രദേശത്താണ് സാനിറ്ററി വേസ്റ്റ് ലാൻഡ് ഫില്ലിംഗ് പദ്ധതി ആരംഭിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്. പദ്ധതി ആരംഭിച്ച് മാലിന്യം അലക്ഷ്യമായി സംസ്കരിക്കപ്പെടാതെ കിടക്കുമ്പോൾ പക്ഷികളെയും വന്യമൃഗങ്ങളെയും ബാധിക്കും. കഴുകൻ, മലമുഴക്കി, വേഴാമ്പൽ തുടങ്ങി വംശനാശ ഭീഷണി നേരിടുന്ന 12 ഇനം പക്ഷികളുടെ കേന്ദ്രം കൂടിയാണ് മലമ്പുഴ. ഇത്തരം ജീവികളുടെ നാശത്തിന് പദ്ധതി കാരണമാവുമോ എന്ന ആശങ്കയിലാണ് പരിസ്ഥിതി സ്നേഹികൾ. കേരളത്തിൽ നിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ച് സംസ്കരിക്കാനുള്ള ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ലാൻഡ് 33 ഏക്കർ ലാൻഡാണ് ഏറ്റെടുക്കുന്നത്. സ്വാഭാവികമായും ഈ മാലിന്യം അലക്ഷ്യമായി സംസ്കരിക്കപ്പെടാതെ കിടക്കുമ്പോൾ ഇത് പക്ഷികളുടെയും അതുപോലെ തന്നെ വന്യമൃഗങ്ങളെയും ഏത് തരത്തിൽ ബാധിക്കുമെന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്.
നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള ഒരു പഠനങ്ങളോ ഒന്നും തന്നെ വനം വകുപ്പ് തയ്യാറാക്കിയിട്ടില്ല. ഇവിടെ വംശനാശ ഭീഷണി നേരിടുന്ന 12 ഇനത്തിൽപ്പെട്ട പക്ഷികളുടെ കേന്ദ്രം കൂടിയാണ് മലമ്പുഴ. അത് കഴുകൻ, അതുപോലെ മലമുഴക്കി, വേഴാമ്പൽ ഉൾപ്പെടെയുള്ള വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളാണ് ഇപ്പോൾ നിലവിൽ മലമ്പുഴ ഡാമിനോട് ചേർന്ന ഈ വനമേഖലയിലുള്ളത്. അവയുടെ നാശത്തിന് ഈ പദ്ധതി നിമിത്തമാകുമോ എന്ന ആശങ്ക ശക്തമാണ്. മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന കുഴിയുടെ ഏറ്റവും അറ്റത്ത് കളിമൺ ലൈനിംഗ് ആണ് ഉണ്ടാവുക. ഈ കളിമൺ ലൈനിംഗ് പൊട്ടിയാൽ ഭൂഗർഭജലത്തെ ഉൾപ്പെടെ ബാധിക്കും. കൂടാതെ വനമേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായാൽ മാലിന്യം മലമ്പുഴ ഡാമിൽ കലരാനും സാധ്യത ഏറെയാണ്. അതിൽ കളിമണ്ണിൻ്റെ ലൈനിങ് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ആ വിഷദ്രാവകങ്ങൾ സ്വാഭാവികമായും ഭൂഗർഭജലത്തെ ബാധിക്കും. അതുപോലെ കനത്ത മഴ, ഇപ്പോൾ മലമ്പുഴയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടാവുന്ന പ്രദേശമാണ്. കഴിഞ്ഞ മാസം വരെ പെയ്ത മഴയിൽ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ പോലുള്ള ഉണ്ടാകുമ്പോൾ ഈ മാലിന്യം ഒന്നായി കുത്തൊഴുകി അത് ഡാമിലേക്ക് കലരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ലക്ഷക്കണക്കിന് ആളുകളുടെ ആരോഗ്യത്തെയാണ് ബാധിക്കുന്നത്. സൂക്ഷ്മവും വിശദവുമായ പഠനം നടത്തിയ ശേഷം മാത്രമേ പദ്ധതി ആരംഭിക്കാവൂ എന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ ആവശ്യം. ജനം, പാലക്കാട്. ആശാസമരം 69ാം ദിവസത്തിലേക്കും നിരാഹാര സമരം 31ാം ദിവസത്തിലേക്കും കടക്കുമ്പോഴും ചർച്ചയ്ക്ക് പുതിയ സാഹചര്യമില്ലെന്ന് ആവർത്തിച്ച സർക്കാർ രാപ്പകൽ സമരവും അനിശ്ചിതകാല നിരാഹാര സമരവും കൂടുതൽ ശക്തമാക്കാനൊരുങ്ങി ആശമാർ. എസ് ശാലിനി ചേരുന്നു. ശാലിനി, സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ആശമാർ വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ പിടിവാശി തുടരുക തന്നെയാണ് സർക്കാർ. ഇനിയിപ്പോൾ സമരം ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുന്നതിൽ വല്ലാത്ത ആശങ്കയിൽ തന്നെയാണോ ആശമാർക്കുള്ളത്? രോഹിണി, ആശങ്ക ആശമാർക്കില്ല. പക്ഷേ സർക്കാർ തലത്തിലൊരു ആശങ്ക ഈ മണിക്കൂറിലും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം 69 ദിവസമായി ഇവരുടെ സമരം ആരംഭിച്ചിട്ട് 31 ദിവസമായി നിരാഹാര സമരം ഈ പന്തലിൽ കിടക്കുകയാണ് ആശമാർ. കാരണം ഈ ആശമാരുടെ ഈ ഒരു നിരാഹാര സമരവും മറ്റ് ജോലി നിർത്തിവെച്ചിട്ടുള്ള സമരവുമൊക്കെ കാര്യമായി തന്നെ ആരോഗ്യ മേഖലയിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം പല രീതിയിലുള്ള പകർച്ചവ്യാധികൾ പിടിമുറുക്കുന്ന കാലമാണ്, ഒപ്പം തന്നെ വേനൽക്കാല രോഗങ്ങൾ പിടിമുറുക്കുന്ന കാലമാണ്. അവർക്കൊക്കെ ബോധവൽക്കരണം നൽകാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടതും ആശമാരാണ്. ആ ആശമാരാണ് കഴിഞ്ഞ 69 ദിവസമായി ഇവിടെ സമരം നടത്തുകയും ചെയ്തിട്ടുള്ളത്. അവർ നിസ്സാരമായിട്ടുള്ള ചില ആവശ്യങ്ങളാണ് സർക്കാരിന് മുൻപിലേക്ക് വെച്ചിട്ടുള്ളത്. 7000 രൂപയാക്കണം അവരുടെ മിനിമം 7000-ൽ നിന്ന് 21,000 രൂപയാക്കണം അവരുടെ മിനിമം വേതനം എന്നുള്ളതാണ്. മറ്റൊന്ന്, പ്രതിദിനം അവരുടെ മിനിമം കൂലി 700 രൂപയാക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ അവരുടെ ജോലി അവസാനിപ്പിച്ച് അവർ ജോലി വിടുതൽ നൽകി പോകുന്ന സമയത്ത് ഒരു 5 ലക്ഷം രൂപ അവർക്ക് ഒരു ആനുകൂല്യമായി നൽകണം എന്നൊരു ആവശ്യം കൂടിയാണ് സർക്കാരിന് മുൻപിലേക്ക് അവർ വെച്ചിട്ടുള്ളത്. പക്ഷേ സംസ്ഥാന സർക്കാർ അത് അനുഭവപൂർവ്വമായി സ്വീകരിക്കാനോ അത് കൈക്കൊള്ളാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ സമരം ഇത്രയും ദിവസം ഇവിടെ നീണ്ടുപോകാനുള്ള പ്രധാനമായ കാരണമായി മാറുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മളോട് ആശാവർക്കർമാർ സംസാരിച്ചിരുന്നു. അവരൊക്കെ പറയുന്നത് ഇന്നലെ ദുഃഖവെള്ളിയൊക്കെ ആയിരുന്നു. ദുഃഖവെള്ളിയാഴ്ചയൊക്കെ അവരൊരു ദുഃഖ സൂചകമായി തന്നെ ഇവിടെ ഇരിക്കുകയാണ്. കാരണം ഇത്ര ദിവസം കഴിഞ്ഞിട്ട് 3 തവണ മന്ത്രിതല ചർച്ച നടന്നിട്ടും യാതൊരു തരത്തിലുള്ള നടപടികളും സർക്കാർ തലത്തിൽ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു കമ്മിറ്റി ഇവരുടെ ആവശ്യങ്ങൾ പഠിക്കാനും ഇവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാനും ആ ആശങ്കകൾ പരിഹരിക്കാനും ഒരു കമ്മിറ്റി രൂപീകരിക്കാമെന്ന് സർക്കാർ തന്നെ, അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ആരോഗ്യമന്ത്രി തന്നെ ഉറപ്പ് നൽകിയതാണ്. പക്ഷേ ആ ആവശ്യം ഇവർ മുന്നോട്ട് വെച്ചിട്ട് ഏകദേശം 2 ആഴ്ച പിന്നിട്ടിട്ടും ആ കമ്മിറ്റി രൂപീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കമ്മിറ്റി രൂപീകരിച്ചാൽ മാത്രമേ ആവശ്യങ്ങൾ പഠിക്കാൻ പറ്റുകയുള്ളൂ. ആവശ്യങ്ങൾ പഠിച്ചാൽ മാത്രമേ, റിപ്പോർട്ട് സമർപ്പിച്ചാൽ മാത്രമേ സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് സർക്കാർ നിലപാട്. പക്ഷേ ആ കമ്മിറ്റി പോലും സർക്കാർ തലത്തിൽ രൂപീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ സമരത്തെ അത്രയധികം അവർ അവഗണിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സമരം ഇപ്പോഴും തുടരുകയാണ്. സമര സമിതി അംഗങ്ങൾ വഴിയുണ്ട്. നിരാഹാര സമരം കിടക്കുന്ന ആളുകളെ നമുക്ക് ഈ വേദിയിൽ കാണാൻ ചെയ്യും. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ്. ഈ 69 ദിവസം പിന്നിടുമ്പോഴും അവർ പ്രതീക്ഷ കൈവയ്ക്കുകയാണ്. പ്രതീക്ഷയോട് കൂടി മുന്നോട്ട് പോവുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുകൂല നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഈ മണിക്കൂറിലുമുള്ളത്. നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഭാഗത്ത് CPO റാങ്ക് ഹോൾഡേഴ്സിൻ്റെ, വനിതാ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരം തുടരുന്നു. മറുഭാഗത്ത് സമര ഗേറ്റിന് മുൻപിലായി ഇങ്ങനെ കുളിൽ കെട്ടി ഇത്ര 69 ദിവസമായിട്ടും സമരം തുടരുകയാണ്. സമരത്തോട് മുഖം തിരിഞ്ഞുള്ള സർക്കാർ നടപടിയിൽ വലിയ രീതിയിലുള്ള അമർഷവും പ്രതിഷേധവും ഒക്കെയാണ് ഈ ആശമാർക്കുള്ളത്. ഒപ്പം തന്നെ രാഷ്ട്രീയമായി സമരത്തെ വൽക്കരിക്കുന്ന സർക്കാർ നടപടിയും CPMന്റെ നിലപാടുകൾക്കുമെതിരെയും
ഇവർ പല ഘട്ടങ്ങളിലും എതിർ അഭിപ്രായവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും സമരങ്ങൾ മുഖേന മാത്രമേ പല കാര്യങ്ങളും സാധിച്ചെടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ സാധ്യമായിട്ടുള്ളൂ എന്നുള്ളൊരു വിശ്വാസം, പ്രതീക്ഷ ഒക്കെ തന്നെയാണ് ഈ 69ാം ദിവസവും ഈ സമരപ്പന്തലിൽ നിന്നും കാണാനാകുന്നത്. രോഹിണി. അതെ, തീർച്ചയായും ശാലിനി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സമരം ഇങ്ങനെ നീണ്ടുപോകുന്നതിൽ ആശമാർക്ക് ആശങ്കയൊന്നുമില്ല. അവർ ഉറച്ച നിലപാടിൽ തന്നെയാണ്. പക്ഷേ പൊതുജനങ്ങൾക്ക് ആശങ്കയുണ്ട്. കാരണം എത്രമാത്രമാണ് സമൂഹത്തിൽ ആശമാരുടെ സേവനം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ ആശമാരെയാണ് ഇത്തരത്തിൽ സർക്കാർ കഷ്ടപ്പെടുത്തുന്നത്. 69 ദിവസത്തിലേക്കാണ് സമരം കടക്കുന്നത്. 31ാം ദിവസത്തിലേക്ക് നിരാഹാര സമരവും കടക്കുകയാണ്. പക്ഷേ അപ്പോഴൊന്നും ഒരു ചർച്ചയ്ക്കും സർക്കാർ അവരെ ക്ഷണിക്കുന്നില്ല എന്നുള്ളതാണ്. കണ്ണൂർ തളിപ്പറമ്പിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച 600 ഏക്കറോളം ഭൂമി നരിക്കോട്ട് ഇല്ലത്തിൻ്റേതെന്ന് അവകാശികൾ. പൂർവികന്മാർ വാക്കാൽ ലീസിന് നൽകിയതാണ് വഖഫ് ബോർഡ് ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്ന ഭൂമിയെന്നാണ് നരിക്കോട്ട് ഇല്ലത്തിൻ്റെ ഇപ്പോഴത്തെ അവകാശികൾ പറയുന്നത്. സർ സയ്യിദ് കോളേജ് കോടതിയിൽ നൽകിയ ഹർജിയിൽ ഇക്കാര്യം പ്രതിപാദിക്കുന്നുണ്ടെന്നും ഇവർ പറയുന്നു. കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ? രോഹിണി, നമുക്കറിയാം കണ്ണൂർ തളിപ്പറമ്പിൽ ഏതാണ്ട് 600 ഏക്കറോളം ഭൂമിക്കാണ് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് തളിപ്പറമ്പിൽ ഇപ്പോൾ നഗരത്തിൽ ഉൾപ്പെടെ താമസിക്കുന്ന വിവിധ ആളുകൾക്ക് വഖഫ് ബോർഡിന്റെ നോട്ടീസ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം, വഖഫ് ബോർഡ് ഒരു അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് വഖഫ് ബോർഡിന്റെ ഭൂമിയല്ല എന്ന് തെളിയിക്കേണ്ടത് ആ ഭൂമിയിൽ താമസിക്കേണ്ട ആളുകളുടെ മാത്രം ബാധ്യതയാണ്. അല്ലാതെ വഖഫ് ബോർഡിന്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കൃത്യമായ മറുപടി ഇല്ലാത്തൊരു സാഹചര്യമാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഈ 600ഓളം ഏക്കർ ഭൂമിയുടെ മേൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുകയും വലിയ ചർച്ചയാവുകയും ചെയ്തത്. ഈ അവകാശവാദം ഉന്നയിച്ച ഭൂമിയിൽ താമസിക്കുന്നത് ഭൂരിഭാഗവും ന്യൂനപക്ഷ ആളുകൾ തന്നെ ഈ വിഷയം തളിപ്പറമ്പ് നഗരത്തിലെ CPM-ന്റെ നിയന്ത്രണത്തിലുള്ള സഹകരണ ആശുപത്രി, മുനിസിപ്പൽ ഓഫീസ്, അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ, കോടതി സ്ഥിതി ചെയ്യുന്ന സ്ഥലവും വഖഫ് ബോർഡിന്റെ അധീനതയിലുള്ളതാണ് എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. ഈ ഭൂരിഭാഗം ആളുകളുടെയും രേഖകളിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ഇത് നരിക്കോട്ടില്ലം വക ജന്മം കിട്ടിയ ഭൂമിയാണ് എന്നൊരു കാര്യമാണ്. ഈ സംഭവം തന്നെയാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നൊരു സാഹചര്യമുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലുള്ള സർ സയ്യിദ് കോളേജുണ്ട് തളിപ്പറമ്പിലെ. ആ സർ സയ്യിദ് കോളേജ് ഒരു ഹർജി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആ ഹർജിയിൽ അവർ നൽകിയ അഫിഡവിറ്റിൽ കൃത്യമായി പറയുന്നുണ്ട് ഇത് വഖഫ് ഭൂമിയല്ല, മറിച്ച് ഈ ഭൂമി നരിക്കോട്ടില്ലം വക കിട്ടിയ ഭൂമിയാണ് എന്നൊരു കാര്യം. അതായത് അവർ കാലങ്ങൾക്ക് മുന്നേ വാക്കാൽ ലീസിന് നൽകിയ ഭൂമിയാണ്. പിന്നീട് കൈമറിഞ്ഞ് കാലക്രമേണ അതൊരു വഖഫ് സംഭവം വിവാദമായ സാഹചര്യത്തിലാണ് നരിക്കോട്ടിലത്തിലെ ആളുകൾ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിട്ട് അവർ പറയുന്നുണ്ട് തളിപ്പറമ്പ് നഗരത്തിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ തന്നെ 600 ഏക്കറോളം ഭൂമി നരിക്കോട്ടില്ലം വകയാണ്, അല്ലാതെ അത് ഈ വഖഫ് ഭൂമി അല്ല എന്നൊരു കാര്യം തന്നെയാണ് ഈ നരിക്കോട്ടില്ലത്തിലെ ആളുകൾ പറയുന്നത്. നമ്മൾ ഒരുപാട് ആളുകളോട് ഇതുമായി സംസാരിച്ചിരുന്നു. ആ സമയത്തൊക്കെ അവർ പറയുന്നത് പൂർവികന്മാർ വാക്കാൽ ലീസിന് കൊടുത്ത ഭൂമിയാണ്. പിന്നീട് എങ്ങനെയാണ് ഇത് ഒരു വഖഫ് ഭൂമിയായി മാറിയത് തങ്ങൾക്കറിയില്ല. ഇതൊരു കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യമാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത നൽകിയിരുന്നു. ആ വാർത്തയിൽ കൊട്ടിലത്തിലെ ഇളമുറയിൽപ്പെട്ട ആളുകൾ സംസാരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ തലമുറയിലെ ആളുകൾ സംസാരിക്കുന്ന വാക്കുകൾ കേട്ടാൽ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു കൂടുതൽ വ്യക്തത വരുന്നതാണ്. ഏതായാലും ഈ വഖഫ് ഭൂമി എന്ന അവകാശവാദം അത് പുതിയ തലത്തിലേക്ക് തന്നെ എത്തുന്നു എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ടത്. രോഹിണി. ശരി, മിഥുൻ പിള്ളയാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. വഖഫ് ഭേദഗതി നിയമത്തിൽ മുനമ്പം ജനതയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള കുപ്രചരണങ്ങളുമായി കോൺഗ്രസും CPM-ഉം വഖഫ് ഭേദഗതി നിയമം മുനമ്പത്തെ ഭൂമി പ്രശ്നത്തിന് പരിഹാരമല്ലെന്നും കേന്ദ്ര സർക്കാർ വഞ്ചിച്ചെന്നുമുള്ള ആസൂത്രിത പ്രചാരണമാണ് നടക്കുന്നത്. മുനമ്പം ജനതയ്ക്ക് റവന്യൂ അവകാശങ്ങൾ ഉറപ്പാക്കും വരെ കേന്ദ്ര സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു നൽകിയിട്ടും ജനങ്ങളെ ഇവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. സുധീഷ് ഗോപാൽ
ചേരുന്നു. സുധീഷ്, ഈ വഖഫ് വിഷയത്തിലുള്ള രാഷ്ട്രീയ ഇരട്ടത്താപ്പ് കോൺഗ്രസും CPM-ഉം വച്ചു പുലർത്തുന്നത് നമ്മൾ കാലങ്ങളായി കാണുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വഖഫ് ഭേദഗതി നിയമത്തിൽ മുനമ്പം ജനതയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള കുപ്രചരണങ്ങളുമായി ഇവർ ഇറങ്ങിയിരിക്കുകയാണല്ലേ? രോഹിണി, അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം ഇതിൻ്റെ ഒരു മുൻകാല പശ്ചാത്തലം കൂടെ നോക്കേണ്ടതുണ്ട്. UDF മുനമ്പം ജനതയ്ക്ക് വേണ്ടി സമരം ചെയ്യുമെന്ന് VD സതീശൻ അടക്കമുള്ള നേതാക്കൾ മുനമ്പത്തെ സമരപ്പന്തലിലെത്തി വാക്കുകൊടുത്ത് പോയിട്ട് ഇപ്പോൾ ഏതാണ്ട് 4 മാസത്തിലധികമായി. ഒരു ചെറുവിരൽ പോലും പിന്നീട് അവർ അനക്കിയിട്ടില്ല. ഇതേ സാഹചര്യത്തിൽ LDF ഒരു നിയമസാധുതയില്ലാത്ത ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചുകൊണ്ട് ഒരു കണ്ണിൽ പൊടിയിടുന്ന സമീപനം നടത്തി. ഇവർ ഇങ്ങനെയെല്ലാം ചെയ്ത് മുനമ്പം ജനതയെ അവിടുത്തെ MLA അവർ തന്നെ പറഞ്ഞതാണ്, വർഷങ്ങളോളം ഇത് പരിഹരിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടു നടന്നു. അവസാനം ചതിക്കുകയായിരുന്നുവെന്ന് മുനമ്പം ജനത തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ രണ്ട് കൂട്ടരും ഇത്തരത്തിൽ ഇവരെ ചതിച്ചതിന് ശേഷമാണിപ്പോൾ BJP ചതിച്ചു, ഇല്ലെങ്കിൽ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ വാഗ്ദാനം നൽകി, ഇല്ലെങ്കിൽ വഖഫ് നിയമ ഭേദഗതി ഒരു കാരണവശാലും മുനമ്പം വിഷയത്തിന് പരിഹാരമാകില്ല എന്ന തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ അവർക്ക് തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ട് ഇത് ഈ വഖഫ് നിയമ ഭേദഗതി കൊണ്ട് നേരത്തേതിൽ നിന്ന് വ്യത്യസ്തമായി വഖഫ് ട്രിബ്യൂണലിൻ്റെ വിധിക്കെതിരെ അപ്പീൽ പോകാനുള്ള ഒരു സാഹചര്യം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ലഭിച്ചിരിക്കുന്നു. കൃത്യമായ രേഖകളില്ലാതെ ഭൂമിയുടെ അവകാശം വഖഫ് ഭൂമിയാണ് എന്ന് അവകാശപ്പെടാൻ പറ്റിയിരുന്ന ആ സെക്ഷനുകളെല്ലാം എടുത്തു കളഞ്ഞതിലൂടെ തന്നെ വലിയ ഒരു ആശ്വാസമാകുന്നു. അതിൽ ഉപരി ഇപ്പോഴും വഖഫ് ഇതിൻ്റെ തർക്കം വിഷയമായി നിൽക്കുമ്പോൾ ഈ നിയമ ഭേദഗതിയുടെ പ്രയോജനം ഇവർക്ക് ഇനിയും കോടതികൾ പരിഗണിക്കുമ്പോൾ ഈ ഭേദഗതി ചെയ്ത നിയമം പരിഗണിക്കപ്പെടുകയും അത് വഖഫ് ഭൂമിയല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് മുനമ്പം ജനതയ്ക്ക് സഹായകമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം അക്കമിട്ട് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി അവിടെ വിശദീകരിക്കുകയും ചെയ്തു. അതിനോടൊപ്പം ഇനിയും ചട്ടങ്ങൾ രൂപീകരിക്കുന്ന സമയമാണ്, കുറച്ച് സമയം കൂടെ വേണ്ടി വരും. അതിൽ മുനമ്പം ജനതയെ കൂടി കണ്ട് മുനമ്പത്തെ പ്രശ്നം കൂടി കണ്ടാവും ചട്ടങ്ങൾ രൂപീകരിക്കുക എന്നുകൂടി പറഞ്ഞ് അവർക്കൊപ്പം ഉണ്ടാകുമെന്ന് അവിടുത്തെ ജനങ്ങളുടെ കൈ പിടിച്ചുറപ്പ് നൽകിയാണ് കേന്ദ്രമന്ത്രി മടങ്ങുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് കുപ്രചരണവുമായി LDF-ഉം UDF-ഉം രംഗത്തെത്തുന്നത്. ഇതിന് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള വലിയ രീതിയിലുള്ള കുപ്രചരണം നടത്തുമ്പോഴും സീറോ മലബാർ സഭ തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത് കാത്തിരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇത് ഒരു കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതാണ്, അതൊറ്റ ദിവസം കൊണ്ട് തീരുന്നതല്ല എന്ന ബോധ്യം അവിടുത്തെ അതിനെക്കുറിച്ച് അറിയുന്ന ജനങ്ങൾക്കുണ്ട് എങ്കിൽ പോലും മറ്റുള്ളവർക്കെല്ലാം ഇടയിൽ ഇല്ലെങ്കിൽ പൊതുജനങ്ങൾക്കിടയിൽ മൊത്തത്തിൽ ഒരു വലിയ അവ്യക്തത സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ വിഷയത്തിൽ LDF-ഉം UDF-ഉം നോക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ തന്നെയാണ്. ഇതേ സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ അവർ മുസ്ലിം ലീഗ് അടക്കം UDF-ൻ്റെ ഘടകകക്ഷിയിൽ നിന്നടക്കം ഇല്ലെങ്കിൽ കോൺഗ്രസ്സുകാരടക്കം അപ്പീൽ പോകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അത് മുനമ്പം ജനതയ്ക്കെതിരായ നീക്കമാണെന്ന യാഥാർത്ഥ്യം മുനമ്പം ജനത മനസ്സിലാക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. എന്തു തന്നെയായാലും ഇപ്പോഴും ഈ മുനമ്പം വിഷയം പൂർണ്ണമായും പരിഹരിക്കും എന്ന് ഉറപ്പ് നൽകുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു കേന്ദ്ര സർക്കാരുണ്ട്. അതിൽ വിശ്വാസമുണ്ടെന്ന് മുനമ്പത്തെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ പറയുകയും ചെയ്യുന്ന ഘട്ടത്തിലും അതിനെതിരായി സമൂഹത്തിൽ മൊത്തത്തിൽ തന്നെ ഒരു വർഗീയ വിദ്വേഷം കൂടി പരത്തുന്നതിനുള്ള ശ്രമങ്ങളുമായിട്ടാണ് പോകുന്നത്. ആ സമയത്തും പറയുന്നു ഈ നിയമം മുസ്ലിങ്ങൾക്കെതിരല്ല എന്ന കാര്യം. ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് മുസ്ലിം ജനതയെ തന്നെ ആണെന്ന യാഥാർത്ഥ്യവും നിലനിൽക്കുന്നു. അപ്പോൾ വഖഫ് നിയമ ഭേദഗതി ഏതെങ്കിലും ഒരു മതസ്ഥർക്കെതിരെ അല്ല എന്ന് കൃത്യമായി വിശദീകരിക്കുന്നു. അതോടൊപ്പം തന്നെ വഖഫ് നിയമം അത് ബാധിക്കുന്നത് മുസ്ലിങ്ങളെ മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളെയും ആയതുകൊണ്ടാണ് വഖഫ് ബോർഡിലേക്ക് മറ്റ് മതസ്ഥരെ കൂടി ഉൾപ്പെടുത്തേണ്ടി വരുന്നതെന്നതും കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുമ്പോഴും അതിനെ എല്ലാം വളച്ചൊടിച്ച് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കമാണ് LDF-ഉം UDF-ഉം നടത്തുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഇപ്പോഴും ഈ ജുഡീഷ്യൽ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. മറ്റ് നിയമം അത് പൂർണ്ണമായും ചട്ടങ്ങൾ രൂപീകരിച്ച് വരാൻ ചെറിയ ഒരു കാലതാമസം, അതിനുശേഷവും സ്വാഭാവികമായും നിയമ നടപടികളുമായി പോകേണ്ടി വരുമെന്ന യാഥാർത്ഥ്യവും ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് BJP മുന്നോട്ട് നീങ്ങുന്നത്. ഇതേ സമയം LDF-ഉം UDF-ഉം കുപ്രചരണവുമായി ഇതിനെ ചെറുക്കാൻ ശ്രമിക്കുകയാണ്. രോഹിണി. അതെ, ശരി സുധീഷ്. വഖഫ് ഭേദഗതി നിയമത്തിൽ മുനമ്പം ജനതയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പതിവ് കുപ്രചരണങ്ങളുമായി കോൺഗ്രസും CPM-ഉം വഖഫ് ഭേദഗതി നിയമം മുനമ്പത്തെ ഭൂമി പ്രശ്നത്തിന് പരിഹാരമല്ലെന്നും കേന്ദ്ര സർക്കാർ വഞ്ചിച്ചെന്നുമുള്ള ആസൂത്രിത പ്രചാരണമാണ് ഇവർ നടത്തുന്നത്. കർശന ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിൽക്കുമ്പോഴും സംസ്ഥാനത്ത് ഓൺലൈൻ തട്ടിപ്പ് നിർബാധം നടക്കുന്നു. തട്ടിപ്പിലൂടെ കോടികൾ നഷ്ടമാകുമ്പോഴും തിരിച്ചു പിടിക്കാനാകുന്നത് 4-1 മാത്രം. മിക്ക കേസുകളിലും പ്രതികൾ ഇപ്പോഴും കാണാമറയത്താണ്.
അരുൺ കൊടുങ്ങൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, നിരന്തരം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണങ്ങളും ബോധവൽക്കരണങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. ഒരു ഫോൺ കോളിന് മുന്നിൽ പോലും ഇതിൻ്റെ പരസ്യമാണ് മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഈ തട്ടിപ്പിനിരയാകുന്നവരുടെ എണ്ണത്തിൽ ഒരു കുറവുമില്ല എന്നുള്ളതാണ്. വിദ്യാസമ്പന്നരായ ആൾക്കാർ തന്നെയാണ് ഈ തട്ടിപ്പിനിരയാകുന്നത്. എന്തുകൊണ്ടാണ്? തീർച്ചയായും ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ്. വിദ്യാസമ്പന്നരായുള്ള ആളുകൾ തന്നെയാണ് ഇതിന് ഏറ്റവും പിന്നിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പിന് ഇരയാകുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അപകടത്തിലേക്ക് കേരളത്തെ ഒന്നാകെ ബാധിക്കുന്ന വലിയ ഒരു പ്രശ്നത്തിലേക്ക്, ഒരു സാമ്പത്തികമായി തകർക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവണതയായി തന്നെയാണ് ഈ ഒരു സൈബർ തട്ടിപ്പ് പോകുന്നത്. പല തരത്തിലുള്ള നിർദ്ദേശങ്ങൾ, അതോടൊപ്പം തന്നെ മുന്നറിയിപ്പുകൾ, അതോടൊപ്പം തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ, അങ്ങനെ പല തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ട് പോലും ഇത്തരത്തിലുള്ള തട്ടിപ്പിലേക്ക് നമ്മുടെ മലയാളികൾ വീണു പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ചെറിയ സംഭവമായി മാത്രം ഇതിനെ ഒതുക്കാൻ കഴിയില്ല. കാരണം കോടികളുടെ ഇടപാടുകളാണ് ഇതിന് പിന്നിൽ ഉണ്ടായിരിക്കുന്നത്. അത് വലിയ രീതിയിലേക്ക് പലരുടെയും ജീവിതം തകർക്കുന്ന രീതിയിലേക്ക്, പലരെയും ആത്മഹത്യയിലേക്ക് നയിക്കുന്ന രീതിയിലേക്കുള്ള ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പായി ആരും ശ്രദ്ധിക്കാത്ത രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. ഓരോ ദിവസവും ഇത്തരത്തിലുള്ള തട്ടിപ്പിന്റെ നിരവധി വാർത്തകൾ നമുക്ക് മുന്നോട്ട് വരുമ്പോഴും ഇത് എങ്ങനെ തടയുമെന്ന് ഇതുവരെയും അറിയാത്ത ഒരു അവസ്ഥയിലാണ് നമ്മുടെ സംവിധാനങ്ങളൊക്കെ തന്നെ. ഈ സൈബർ പോലീസും സംസ്ഥാന പോലീസും ഒക്കെ തന്നെ ഈ കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് കാര്യമായ ഒരു ഇടപെടലും ഇവർക്ക് നടത്താൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതനുസരിച്ചുള്ള കൃത്യമായുള്ള ഒരു പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ ഇനിയും തട്ടിപ്പിലേക്ക് ആരും എത്താതിരിക്കാനുള്ള ഒരു സംവിധാനങ്ങൾ, അങ്ങനെ ഒരു ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് എത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം അത്ര വലിയ ഭീമമായ രീതിയിലേക്ക് സമൂഹം ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക്, അതോടൊപ്പം തന്നെ കേരളത്തെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനം വേണം എന്നുള്ള ഒരു ആശയം, അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത നമ്മളിങ്ങനെ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. ലക്ഷങ്ങളും കോടികളുമാണ് ഓരോ തട്ടിപ്പിലൂടെ ഇങ്ങനെ നഷ്ടമാകുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഈ നഷ്ടമാകുന്ന തുക തിരിച്ചു പിടിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്ന കണക്ക് പ്രകാരം ഇത്തരത്തിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട്, അതിനെതിരെ നടപടി എടുക്കുന്നുണ്ട്. പക്ഷേ 1/4 പണം മാത്രമാണ് ഇതുവരെയും തിരിച്ചെടുക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ അന്യ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് കൂടുതലും തട്ടിപ്പ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ കുറേയധികം ആളുകൾക്കും ഇതിൽ പങ്കുണ്ട്. പക്ഷേ ഇവരെ ഒന്നും തന്നെ കൃത്യമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പറ്റാത്ത ഒരവസ്ഥ, സാധിക്കാത്ത ഒരവസ്ഥ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് സുരക്ഷിതമായി ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുക, ലക്ഷങ്ങളും കോടികളും 5-10 മിനിറ്റ് കൊണ്ട് സമ്പാദിക്കാമെന്നുള്ള ഒരു കാര്യമുള്ളത് തന്നെ ഇത്തരത്തിൽ ഈ തട്ടിപ്പിലേക്ക് ആളുകളെ നയിക്കുന്ന ഒരു സംഘത്തിന്റെ വലിയ ഒരു ഇടപെടൽ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കോടികളുടെ ഒരു തട്ടിപ്പ്, പലരുടെയും ജീവിതം ഇല്ലാതാക്കി, ആയുസിലുണ്ടാക്കിയ സമ്പാദ്യങ്ങളൊക്കെയും ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു ക്രൂരമായ ഒരു തട്ടിപ്പ് എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. അടിയന്തരമായ ഒരു ഇടപെടൽ അത് സർക്കാർ തലത്തിൽ തന്നെ ഉണ്ടാകേണ്ട ഒരു സംവിധാനം തന്നെയാണ്. ഇപ്പോൾ നിലവിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്, അതോടൊപ്പം തന്നെ കൃത്യമായ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സംവിധാനമായി ഈ ഓൺലൈൻ തട്ടിപ്പിനെതിരെ, ഈ ലഹരി പോലെ തന്നെ ഈ ഓൺലൈൻ തട്ടിപ്പിനെതിരെയും വലിയ രീതിയിലുള്ള ഒരു ആളുകളിൽ ബോധവൽക്കരണം അടക്കം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. രോഹിണി. അതെ, ശരി. അരുൺ കൊടുങ്ങൂറാണ് വിവരങ്ങൾ നൽകിയത്. സിനിമയിലെ മട്ടാഞ്ചേരി മാഫിയ വീണ്ടും ചർച്ചയാകുന്നു. സിനിമാ താരങ്ങളുടെ ലഹരി ഉപയോഗവും നടിമാരോടുള്ള മോശം പെരുമാറ്റവും ആവർത്തിക്കുമ്പോഴാണ് സിനിമയിലെ ലഹരി കള്ളപ്പണ ഇടപാടുകളും ചർച്ചയാകുന്നത്. കൊച്ചിയിലെ മയക്കുമരുന്ന് ഇടപാടിൽ മട്ടാഞ്ചേരി മാഫിയ എന്നറിയപ്പെടുന്ന സംഘത്തിന് പങ്കുണ്ടെന്ന് വ്യക്തമായിട്ടും ഒരു നടപടിയും ഉണ്ടാകാതിരുന്നത് സൂപ്പർ താരങ്ങളെ ഭയക്കുന്നതുകൊണ്ടാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ KS രാധാകൃഷ്ണൻ ആരോപിച്ചിരുന്നു. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, ഈ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം, അതുമാത്രമല്ല കള്ളപ്പണ ഇടപാടുകളും, അതുകൊണ്ട് തന്നെ ഈ മട്ടാഞ്ചേരി മാഫിയയെക്കുറിച്ചുള്ള ചർച്ചകളും കൂടുതൽ വരികയാണ്. എന്തായാലും ഈ മട്ടാഞ്ചേരി മാഫിയ എന്നുള്ള ആ സംഘം അല്ലെങ്കിൽ ആ ലോബിക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകാത്തത് സൂപ്പർ താരങ്ങളെ ഭയക്കുന്നത് കൊണ്ടാണ് എന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ KS രാധാകൃഷ്ണൻ ആരോപണവും ഉന്നയിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളും ഏറെ പ്രസക്തമാണ്. നമുക്കെന്തായാലും ഇത്തരം വിഷയങ്ങൾ വീണ്ടും ചർച്ചയിലേക്ക് വരുമ്പോൾ ഈ മട്ടാഞ്ചേരി മാഫിയയ്ക്ക് മേൽ ശക്തമായൊരു നിയന്ത്രണം കൊണ്ടുവരേണ്ടത് അനിവാര്യമാകുകയല്ലേ?
രോഹിണി, തീർച്ചയായും ഇതിനൊരു വലിയ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാവേണ്ടതുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും നിയമപരമായും എല്ലാം തന്നെ. ഇതിൽ ഏറ്റവും പ്രധാനമായും മട്ടാഞ്ചേരി മാഫിയയുടെ പ്രവർത്തനം അവർ ലക്ഷ്യം വെക്കുന്നത് വർഗീയമായ ലക്ഷ്യങ്ങളോടെ തന്നെയാണ്. അതിൽ ചില മതവിഭാഗങ്ങളെ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുകയും ചില മതവിഭാഗങ്ങൾക്ക് അനുകൂലമായ പ്രചരണങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുകയെല്ലാം ചെയ്യുക എന്ന ലക്ഷ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം വർഗീയ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഫണ്ടുകൾ കണ്ടെത്തുക, അതിനുവേണ്ട കള്ളപ്പണം വെളുപ്പിക്കുക എന്നിവയെല്ലാം ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഒപ്പം ലഹരിയുടെ വ്യാപിപ്പിക്കുകയും പുതിയ തലമുറയെ തന്നെ ഇല്ലാതാക്കുക എന്നതിനപ്പുറം അതിലൂടെയുള്ള സാമ്പത്തിക ലാഭം, ഇത്തരം കാര്യങ്ങളെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് മട്ടാഞ്ചേരി മാഫിയ. അതിൽ അവരുടെ ഇടപെടലുകൾ ഓരോ സിനിമയിലും എത്രത്തോളം ആഴ്ന്നിറങ്ങി ചെല്ലുന്നു, ഇല്ലെങ്കിൽ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും എന്നത് പലരുടെയും വെളിപ്പെടുത്തലിലൂടെയും എല്ലാം നമുക്ക് വ്യക്തമായതാണ്. ഷർഷാദ് എന്ന ഒരു സിനിമ സംവിധായകയുടെ ഭർത്താവ് തന്നെ അത്തരത്തിൽ പുഴു സിനിമയിലുണ്ടായ ഇടപെടലിനെ കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു, അതിനെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. അത്തരം അനുഭവം എല്ലാം മുന്നിൽ നിൽക്കുമ്പോഴും ആ വിഷയവുമായി ബന്ധപ്പെട്ട് പോലും പോലീസിൽ അടക്കം നൽകിയ പരാതികളിലുള്ള ഇടപെടൽ, അതിലുപരി ഈ സിനിമാ മേഖലയിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനപ്പുറം വിദേശത്തു നിന്നും വരുന്ന ഫണ്ടുകൾ, ഇത് എല്ലാം സംബന്ധിച്ച് കൃത്യമായ സൂചനകൾ ഉണ്ടാവുമ്പോഴും ഇതിനെ ഒന്നും നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അത് ന്യൂനപക്ഷ പ്രീണന സമീപനം ഇടതുപക്ഷ സർക്കാർ ഇല്ലെങ്കിൽ സംസ്ഥാനം ഭരിച്ച ഓരോ സർക്കാരും വെച്ചു പുലർത്തുന്നതിന് കാരണമാകുന്നു എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. ഇതേ ഘട്ടത്തിൽ തന്നെ ഇപ്പോൾ KS രാധാകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ മേഖലയിൽ, സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗം നടക്കുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും അതിനെ നിയന്ത്രിക്കുന്നതിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഇല്ലെങ്കിൽ അത്തരം ആൾക്കാർക്ക് പോലും അത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. അവരും ഇത്തരത്തിൽ ചിലരെ ഭയന്ന് തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നും വിലയിരുത്തേണ്ടി വരും. ഈ ഒരു ഘട്ടത്തിൽ കൃത്യമായും എടുത്തു പറയാവുന്ന നിരവധി അനുഭവങ്ങൾ സിനിമാ മേഖലയിലുള്ളവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. അതേസമയം കഴിഞ്ഞ ദിവസം തന്നെ നടി മുന്നോട്ട് വെച്ച പരാതി, ഈ പരാതിയിലെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗവും മറ്റ് സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളും എല്ലാം ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോഴും അതിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നതിനപ്പുറത്തേക്കുള്ള ഒരു കൃത്യമായ ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. ഇപ്പം ഷൈൻ ടോം ചാക്കോയുടെ നേരത്തെ ഉണ്ടായ കേസിൻ്റെ തന്നെ അവസ്ഥ അത് തന്നെ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. കൊക്കൈനുമായി ഷൈൻ ടോം ചാക്കോ പിടിയിലായ എന്ന് പോലീസ് പറയുമ്പോൾ ആ കേസ് പോലും കോടതിയിൽ അതിൻ്റെ തെളിവുകൾ ലഭ്യമാക്കാനോ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനോ പോലീസിനായിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടൽ അത്രയ്ക്ക് ശക്തമാണ്. അതിന് സർക്കാരിൻ്റെ തന്നെ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടാവണം, ഇല്ലെങ്കിൽ അത് കൃത്യമായും സാമ്പത്തികമായ ഇടപെടലുകൾ ഉണ്ടാവുന്നു. ആ രീതിയിൽ അത്തരം കേസുകൾ പോലും മുന്നോട്ട് പോകാത്ത അവസ്ഥ വരുമ്പോൾ അത് എല്ലാം വിരൽ ചൂണ്ടുന്നത് ഈ മട്ടാഞ്ചേരി മാഫിയ എത്രത്തോളം ശക്തമാണ്, സിനിമാ മേഖലയിലും സർക്കാരിലുമെല്ലാം അവർക്കുള്ള സ്വാധീനം എത്രത്തോളം വലുതാണ്, അത് എത്രത്തോളം സമൂഹത്തിന് അപകടകരമാണെന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുതന്നെയാണ് KS രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടുന്നതും. രോഹിണി, അതെ, ശരി. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ചാർധാം തീർത്ഥാടനത്തിന് മെയ് 2 തുടക്കം. കേദാർനാഥ് ക്ഷേത്രം മെയ് 2 തുറക്കും. ബദ്രിനാഥ് ക്ഷേത്രം മെയ് 4 തുറക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി ഇരു ക്ഷേത്ര കമ്മിറ്റികളും അറിയിച്ചു. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യവും പരിപാവനവുമാണ് ചാർധാം യാത്ര. ഇതിൽ ആദ്യത്തെ 2 ക്ഷേത്രങ്ങൾ കേദാർനാഥും ബദ്രിനാഥിൻ്റെയും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഇരു ക്ഷേത്ര കമ്മിറ്റികളും അറിയിച്ചിട്ടുണ്ടല്ലോ. ഏതൊക്കെ രീതിയിലുള്ള സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളുമാണ് നിലവിൽ സജ്ജമായിരിക്കുന്നത്? രോഹിണി, ചാർധാം തീർത്ഥാടനത്തിന് അടുത്ത മാസം 2-ാം തീയതിയാണ് തുടക്കമാകുന്നത്. കേദാർനാഥ് ക്ഷേത്രമാണ് ആദ്യം നട തുറക്കുക. മെയ് മാസം 2-ാം തീയതി കേദാർനാഥ് നട തുറന്ന് തീർത്ഥാടനത്തിന് തുടക്കം കുറിക്കും. അതിനുശേഷം മെയ് മാസം 4-ാം തീയതിയാണ് ചാർധാം തീർത്ഥാടനത്തിലെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായ ബദ്രിനാഥ് നട തുറക്കുന്നത്. ചാർധാം നമുക്കറിയാം, യമുനോത്രി, ഗംഗോത്രി, അതുപോലെ തന്നെ ബദ്രിനാഥ്, കേദാർനാഥ് എന്നീ 4 പ്രധാനപ്പെട്ട ധാമുകൾ എല്ലാ വർഷവും തീർത്ഥാടകർ സന്ദർശിക്കുന്ന തീർത്ഥാടനമാണ് ചാർധാം തീർത്ഥാടനം. 6 മാസക്കാലമാണ് ഈ ക്ഷേത്രങ്ങളിൽ പൂജ നടക്കുന്നത്. ബാക്കി സമയങ്ങളിൽ ദേവപൂജ എന്ന സങ്കല്പത്തിൽ ശൈത്യകാലം ശക്തമാകുന്ന ഘട്ടങ്ങളിൽ നട അടച്ചിടുന്നതാണ് പതിവ്. എന്തായാലും അടുത്ത മാസം 2-ന് ഈ തീർത്ഥാടനത്തിന് തുടക്കം കുറിക്കുകയാണ്. ശരി, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്. കൊയ്ത്ത് കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും നെല്ലെടുക്കാൻ ആളില്ലാത്തതിനാൽ പ്രതിസന്ധിയിലാണ് ആലപ്പുഴ പുന്നപ്ര വെട്ടിക്കരിപ്പാടത്തെ കർഷകർ.
വേനൽമഴ ഭീഷണിയിൽ ഉയർത്തുമ്പോൾ 20 ലക്ഷത്തിലധികം രൂപയുടെ നെല്ലാണ് പാടത്ത് കെട്ടിക്കിടക്കുന്നത്. അധികൃതരെ അറിയിച്ചെങ്കിലും എന്ന് നെല്ലെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയും കർഷകർക്കില്ല. 480 ഏക്കറാണ് പുന്നപ്ര വെട്ടിക്കരി പാടശേഖരം. 235 കർഷകരാണ് കൃഷി ചെയ്യുന്നത്. ഒരാഴ്ച മുമ്പ് ഇവിടെ കൊയ്ത്തു പൂർത്തിയാക്കി. ഒരേക്കർ കൊയ്യുന്നതിന് 2100 രൂപ നിരക്കിൽ യന്ത്രം ഉപയോഗിച്ചാണ് കൊയ്ത്തു പൂർത്തിയാക്കിയത്. കൊയ്ത നെല്ലെല്ലാം പാടശേഖരത്തിന്റെ പല ഭാഗങ്ങളിലായി കൂട്ടിയിട്ടിരിക്കുകയാണ്. നെല്ലെടുക്കാൻ സിവിൽ സപ്ലൈസ് 3 മില്ലുകളെയായിരുന്നു ചുമതലപ്പെടുത്തിയത്. ഇതിൽ ഒരു മില്ല് തുടക്കത്തിൽ തന്നെ സംഭരണത്തിൽ നിന്ന് പിന്മാറി. മറ്റ് 2 മില്ലുകാരിൽ ഒരു മില്ലിന്റെ ഏജന്റ് ഇവിടെ എത്തി നെല്ല് നോക്കിയ ശേഷം മടങ്ങിപ്പോയി. എന്നാൽ സംഭരണത്തിൽ ഇതുവരെ ഒരു തീരുമാനവുമായിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നെല്ല് എടുക്കുന്നതിന് അവർ 3 മില്ല് അലോട്ട് ചെയ്തിരുന്നു. പക്ഷേ 2 മില്ലുകാരെ വന്നുള്ളൂ. ഒരു മില്ല് അന്നേരം തന്നെ ഇത് ഞങ്ങൾ ഒഴിയുവാണെന്ന് പറഞ്ഞ് അവിടെ എഴുതി കൊടുക്കുകയും ചെയ്തു. പക്ഷേ വന്ന മില്ലുകാർ തന്നെ ഒന്ന് നെല്ലെല്ലാം നോക്കി അവർ പോയതല്ലാതെ പ്രത്യേകിച്ചൊരു മറുപടി കിട്ടിയില്ല ആരിൽ നിന്ന്. ഞങ്ങൾ പാടിലൊക്കെ വിളിക്കുമ്പം നിങ്ങൾ അവരോട് തന്നെ എടുക്കാൻ അങ്ങനെയൊക്കെ പറയുന്നത്. അതായത് ഒരു വ്യക്തമായ മറുപടി പാടി ഓഫീസിൽ നിന്ന് പോലും കിട്ടിയില്ലെന്നുള്ളതാണ് സത്യം. 700 കിൻഡലോളം നെല്ലാണ് മഴ ഭീഷണിയിൽ കൂട്ടിയിട്ടിരിക്കുന്നത്. ഒട്ടും ഈർപ്പമില്ലാത്ത നെല്ല് മഴയിൽ നനയിച്ച് ഈർപ്പത്തിന്റെ പേരിൽ കിഴിവ് കൂടുതൽ ആവശ്യപ്പെടാനുള്ള ഏജന്റുമാരുടെ തന്ത്രങ്ങളുടെ ഭാഗമായാണ് സംഭരണം വൈകിക്കുന്നത്. കർഷകരെ മാനസിക സമ്മർദ്ദത്തിലാക്കി കൂടുതൽ കിഴിവ് നൽകേണ്ട ഗതികേടിലേക്ക് എത്തിക്കാൻ സർക്കാർ കൂട്ടുനിൽക്കുന്നുവെന്നും കർഷകർ ആരോപിക്കുന്നു. സർക്കാർ കൂടുതൽ കിഴിവ് മില്ലുകാർക്ക് കിട്ടത്തക്ക തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇത്രയും ദിവസമായിട്ട് വരുന്ന തീരുമാനം എടുക്കാതെ ഇനി നീട്ടി കൊണ്ടുപോകണമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഈ സാഹചര്യം കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. കൂടുതൽ കിഴിവ് കിട്ടണം. അതനുസരിച്ച് കൃഷിക്കാരൻ്റെ മാനസികമായ സമ്മർദ്ദത്തിലെത്തിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ശ്രമം ആണെന്നേ നമുക്കിതിന് ഇപ്പം അങ്ങനെയാണ് തോന്നുന്നത്. അത്തരത്തിലാണ് ഇതിൻ്റെ പോക്ക്. ഒരു മനഃശാസ്ത്രപരമായ സമീപനം പോലെ ആളുകളെ പീഡിപ്പിച്ച് കാര്യം നേടിയെടുക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പം വന്നിരിക്കുന്നത്. ഇടയ്ക്കിടെ പെയ്യുന്ന വേനൽ മഴയിൽ കൊയ്ത നെല്ലെല്ലാം മഴയിൽ നശിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. ഏക്കറിന് 40,000 രൂപയോളം ചെലവിട്ടാണ് കൃഷി പൂർത്തിയാക്കിയത്. മില്ലുടമകളും ഏജന്റുമാരും പാടി ഓഫീസർമാരും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമായാണ് ഈ പാടശേഖരത്തടക്കം എല്ലാ പാടശേഖരങ്ങളിലും നെല്ല് സംഭരണം വൈകുന്നതെന്നും ആക്ഷേപമുണ്ട്. ജനം, ആലപ്പുഴ. പുത്തൻപുലരിയുടെ സമയം 1 മണിക്കൂർ പിന്നിടുകയാണ്. നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ നോക്കി വരാം. ഡൽഹിയിലെ മുസ്തഫാബാദിൽ കെട്ടിടം തകർന്നു വീണ് 4 മരണം, നിരവധി പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം തുടരുന്നു. ബംഗാൾ കലാപത്തിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങി വിശ്വ ഹിന്ദു പരിഷത്ത്. ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന VHP. മുർഷിദാബാദ് സംഘർഷം NIA അന്വേഷിക്കണമെന്നും ആവശ്യം. ഷൈൻ ടോം ചാക്കോ ഇന്ന് പോലീസിന് മുന്നിൽ ഹാജരായേക്കും. വൈകിട്ട് 3-ന് ഹാജരാകുമെന്ന് പിതാവ്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾക്ക് സാധ്യത. വനിതാ CPO ഉദ്യോഗാർത്ഥികളോട് മുഖം തിരിച്ച സർക്കാർ. റാങ്ക് ലിസ്റ്റ് കാലാവധി ഇന്ന് അവസാനിക്കും. നിരാശയിൽ ഉദ്യോഗാർത്ഥികൾ. നിയമന ശുപാർശ ആകെ 45 പേർക്ക് മാത്രം. ആശാ സമരം 69ാം ദിവസത്തിലേക്ക്. ക്രിമിയയ്ക്കുമേലുള്ള റഷ്യൻ നിയന്ത്രണം അംഗീകരിക്കാൻ US. തീരുമാനം നിർദ്ദിഷ്ട സമാധാന കരാർ പ്രകാരം. വെടിനിർത്തൽ ഉടൻ വേണമെന്ന് റഷ്യയോടും യുക്രൈനോടും US. ലോട്ടറി ക്ഷേമനിധി തട്ടിപ്പിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ വിജിലൻസ്. ആഭ്യന്തര പരിശോധനാ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിലും അന്വേഷണം. നഷ്ടമായ പണം തിരിച്ചുപിടിക്കുമെന്ന് ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ജനം TVയോട്. തളിപ്പറമ്പിൽ വഖഫ് ബോർഡിന്റെ അവകാശവാദം തെറ്റ്. 600 ഏക്കർ ഭൂമി നരിക്കോട്ട് ഇല്ലത്തിന്റേത് തന്നെയെന്ന് അവകാശികൾ. വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ച ഭൂമി പൂർവികർ വാക്കാൽ ലീസിന് നൽകിയതെന്ന് വാദം. ജനം ബ്രേക്കിംഗ്. IPL-ൽ പഞ്ചാബിന് ജയം. ബംഗളൂരുവിനെ തോൽപ്പിച്ചത് 5 വിക്കറ്റിന്. ഇന്ന് ഗുജറാത്ത് ഡൽഹി പോരാട്ടം.
ലോട്ടറി ക്ഷേമനിധി ബോർഡിലെ തട്ടിപ്പിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ വിജിലൻസ്. ആഭ്യന്തര പരിശോധനാ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിലും അന്വേഷണം നടത്തും. തട്ടിപ്പ് നടത്താൻ സംഗീതിന് ഒറ്റയ്ക്ക് സാധിക്കില്ലെന്ന വിലയിരുത്തലിലാണ് വിജിലൻസും. നഷ്ടമായ പണം തിരിച്ചുപിടിക്കുമെന്ന് ക്ഷേമനിധി ബോർഡ് ചെയർമാൻ അറിയിച്ചു. തട്ടിപ്പ് വ്യക്തമായപ്പോൾ തന്നെ പോലീസിൽ പരാതി നൽകിയെന്നും ടിബി സുബൈർ ജനം ടിവിയോട് പറഞ്ഞു. വിജിലൻസ് അന്വേഷിച്ച ബാങ്കിൽ നിന്നൊരു രേഖ, ഒരു 15 ലക്ഷം രൂപ സംഗീത് എന്ന് പറയുന്ന ജീവനക്കാരൻ്റെ സ്വന്തം അക്കൗണ്ടിലേക്ക് ക്ഷേമനിധിയുടെ അക്കൗണ്ടിൽ നിന്നും പോയതായി രേഖയടക്കമാണ് വിജിലൻസ് കൊണ്ടുവന്നത്. അത് നോക്കിയപ്പോൾ നമുക്കും നമ്മുടെ ഓഫീസിലെ ജീവനക്കാർക്കും മനസ്സിലായി ഇത്തരത്തിലൊരു 15 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് നിലവിലെ ഓഫീസർക്ക് മനസ്സിലായി. ഈ സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് വിജിലൻസ് ക്ഷേമനിധി ബോർഡിലെ ജീവനക്കാരിയായ ഇപ്പോഴത്തെ വെൽഫെയർ ഓഫീസറിനോടും ആവശ്യപ്പെട്ടു. തുടർന്ന് നടത്തിയ ഒരു പ്രാഥമിക അന്വേഷണത്തിൽ വീണ്ടും ഒരു 64 ലക്ഷം രൂപ സംതിങ് വേറൊരു വ്യക്തിയുടെ പേരിൽ ഇതേപോലെ പോയിട്ടുള്ളതായി കണ്ടു. വലിയൊരു എമൗണ്ട്, ഏതാണ്ട് 78 ലക്ഷം രൂപയോളം ബോർഡിൽ നിന്നും പോയതായി കണ്ടപ്പം CEO അപ്പോൾ തന്നെ ചെയർമാൻ എന്നുള്ള എന്നോട് വിളിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചപ്പോൾ തന്നെ പോലീസിൽ പരാതി നൽകാൻ പറഞ്ഞു. അങ്ങനെ CEO അപ്പോൾ തന്നെ ഈ പറയപ്പെടുന്ന സംഗീതിൻ്റെ പേരിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു. കുറ്റം ചെയ്ത് ഈ പണം അപഹരിച്ചിട്ടുള്ള ആളുകളിൽ നിന്ന് തന്നെ ഈ പണം തിരിച്ചു പിടിച്ച് പാവപ്പെട്ട ലോട്ടറി തൊഴിലാളികൾക്ക് ആനുകൂല്യമായി കൊടുക്കേണ്ട പണമാണ് ഇത്തരത്തിൽ പോയിട്ടുള്ളത്. അത് തിരിച്ചു പിടിച്ച് അവർക്ക് കൊടുക്കുന്ന എല്ലാ നടപടികൾ സ്വീകരിക്കുകയും കൂടാതെ ഈ പണം മുഴുവൻ തന്നെ ബോർഡിൽ തിരിച്ചു പിടിക്കുകയും അതുപോലെ തന്നെ ഇവർക്ക് കർശനമായ നടപടികൾ, നിയമപരമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ലോട്ടറി ക്ഷേമനിധി ബോർഡിലെ തട്ടിപ്പിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് വിജിലൻസ്. കാരണം ഇതിൽ സംഗീതിന് മാത്രമല്ല പങ്ക് എന്നുള്ള ഒരു നിഗമനത്തിൽ കൂടി വിജിലൻസ് എത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ? രോഹിണി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ തന്നെ ഈ തട്ടിപ്പിന് പലവിധ രീതികൾ ഉപയോഗിച്ചതടക്കം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ ക്ഷേമനിധിയുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന 78 ലക്ഷം രൂപയോളമാണ് തൻ്റെ ഒരു കരാറുകാരൻ്റെ അക്കൗണ്ടിലേക്കും അതോടൊപ്പം തന്നെ സ്വന്തം അക്കൗണ്ടിലേക്കും സംഗീത് മാറ്റിയത്. എന്നാൽ ഇതിൻ്റെയൊക്കെ നടപടിക്രമങ്ങൾ വളരെ സങ്കീർണമാണ്. പിന്നീട് ഏതാണ്ട് 40ഓളം ചെക്കുകൾ, അത് ക്ഷേമനിധി ബോർഡിൽ നിന്ന് പണമെടുക്കുന്നതിനുള്ള ചെക്കുകൾ, അതിൽ സ്വന്തം നിലയിൽ ആ ചെക്കുകൾ മാറി പണം തട്ടിയെടുത്തു എന്നുള്ള ഒരു വിവരവും കൂടി പുറത്തു വന്നു. ഇതിൻ്റെയൊക്കെ നടപടിക്രമങ്ങൾ ഇപ്പോൾ ക്ലർക്കായ സംഗീതിൻ്റെ മുൻപിലെത്തുന്ന ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു ചെക്ക്, അതിന് മുകളിൽ വെൽഫെയർ ഓഫീസറുണ്ട്, ജൂനിയർ സൂപ്രണ്ടുണ്ട്, പിന്നീട് വകുപ്പിലെ ഉത്തരവാദിത്തപ്പെട്ട ഡയറക്ടർ തസ്തികയിലിരിക്കുന്ന ആളുകളുണ്ട്. ഇവരെല്ലാം ഈ ചെക്കുകൾ കാണുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട്. അതിൽ നോട്ടുകൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ ഈ കുറിപ്പുകൾ രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ പാലിച്ച് മാത്രമാണ് സാധാരണഗതിയിൽ ഒരു ചെക്ക് മാറാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് സംഗീതിന് ഇതിൽ എങ്ങനെ ഈ തട്ടിപ്പുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം ആദ്യഘട്ടം മുതൽ തന്നെ ഉയർന്നിരുന്നു. പിന്നീട് 2018-19 കാലത്ത് ക്ഷേമനിധി ബോർഡിൽ നിൽക്കുമ്പോഴാണ് ഇയാൾ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത്. പിന്നീട് ലോട്ടറിയുടെ ഈ ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിച്ച് ലോട്ടറി ഡയറക്ടറിലേക്ക് മാറിയതിനു ശേഷവും ഇയാൾ തട്ടിപ്പ് തുടർന്നിട്ടുണ്ട്. അതിനും മറ്റുള്ളവരുടെ പിന്തുണ ലഭിക്കാതെ നടക്കില്ല എന്നുള്ളൊരു നിഗമനമുണ്ട്. ഒപ്പമാണ് ഇപ്പോൾ ലോട്ടറി ഡയറക്ടറേറ്റിലും ഇയാൾ സമാന രീതിയിൽ വ്യാജ ഒപ്പൊക്കെ ഇട്ട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നത്. അങ്ങനെ നിരന്തരമായി തട്ടിപ്പിന് ഏർപ്പെടുന്ന സമയത്ത് മറ്റുള്ള ഉദ്യോഗസ്ഥരാരും ഈ തട്ടിപ്പ് കാണാതിരിക്കുകയോ അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെടാതിരിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രാഥമികമായിട്ടുള്ള വിവരം എന്നുള്ളത്. നേരത്തെ ആഭ്യന്തര അന്വേഷണ സമിതി സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിലും ഇത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് എന്നുള്ളതാണ് വിവരം. പ്രത്യേകിച്ച് 5ഓളം ഉദ്യോഗസ്ഥർക്ക് ഈ തട്ടിപ്പ് അറിയുകയോ ഈ തട്ടിപ്പിൽ ഭാഗവാക്കാവുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ റിപ്പോർട്ടിലുള്ളത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം അങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് പുറത്തു വന്നിട്ടുള്ള പ്രാഥമികമായ വിവരം. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിഷയങ്ങളിലും പ്രാഥമികമായിട്ടുള്ള പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് വിജിലൻസ്. ആദ്യഘട്ടം മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2018 മുതൽ 19 വരെ ക്ഷേമനിധി ബോർഡിൽ ഇയാൾ ജോലി ചെയ്യുന്ന സമയത്താണ് ഈ തട്ടിപ്പ് നടന്നത്. പിന്നീട് തുടർച്ചയായി ഇയാൾ ക്ഷേമനിധി ബോർഡിൽ നിന്നും ഡെപ്യൂട്ടേഷൻ അവസാനിച്ച് ലോട്ടറി ഡയറക്ടറിലേക്ക് മടങ്ങുമ്പോഴും ഈ തട്ടിപ്പ് തുടർന്നിരുന്നു എന്നുള്ളതും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടങ്ങളിലൊക്കെ ഈ പറയുന്ന രീതിയിൽ ഇത്രയധികം ഉദ്യോഗസ്ഥർ ഈ സംവിധാനങ്ങളുടെയൊക്കെ ഭാഗമായി നിൽക്കുമ്പോൾ അവരാരും അറിയാതെ ഈ തട്ടിപ്പുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം പ്രസക്തമായി ഉയർന്നിരുന്നു. അത് ആഭ്യന്തര അന്വേഷണ സമിതിയുടെ മുന്നിലും ആ ചോദ്യമുണ്ട്, വിജിലൻസിന്റെ മുന്നിലും ആ ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആൾക്കാർ ഈ തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന നിലയിലേക്ക് ഒരു വ്യാപകമായ പരിശോധനയ്ക്ക് വിജിലൻസ് തയ്യാറെടുക്കുന്നത്.
മാത്രമല്ല ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾക്കപ്പുറത്തേക്ക് കൂടുതൽ പണം അപഹരിക്കപ്പെട്ടാണ്. ഏതാണ്ട് ഒരു 2 കോടിയോളം രൂപയാണ് നിലവിൽ 78 ലക്ഷം രൂപ ക്ഷേമനിധിയുടെ അക്കൗണ്ടിൽ നിന്നും 90 ലക്ഷം രൂപയോളം ചെക്ക് ബുക്കുകൾ ഉപയോഗിച്ചും സംഗീത തട്ടിയെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പണമെല്ലാം തട്ടിയെടുത്തതും ഇത്രയും കാലം മറ്റുദ്യോഗസ്ഥർ അറിഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു സംശയം ജനിപ്പിക്കുന്ന വിഷയം തന്നെയാണ്. എന്തായാലും വകുപ്പിലെ ഉന്നതരടക്കമുള്ളവർക്കെതിരെ ആഭ്യന്തര അന്വേഷണ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചതായിട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള പ്രാഥമിക വിവരം. അക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ വിശദമായ പരിശോധനയ്ക്കാണ് വിജിലൻസ് തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ സംഗീതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വെളിപ്പെടുത്തലുകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. പ്രത്യേകിച്ച് ഇയാൾ നിരന്തരമായി ഇല്ലാത്ത അസുഖത്തിന്റെ പേരിൽ വകുപ്പിൽ തനിക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങളുണ്ട് എന്ന രീതിയിലുള്ള രേഖകൾ സമർപ്പിക്കുന്നത്, അത് വ്യാജമാണെന്ന് കണ്ടെത്തുന്നത്, പലവിധ രോഗങ്ങളുണ്ടെന്ന് ക്ലെയിം ചെയ്യുകയും അതുവഴി ജീവനക്കാർക്ക് മുന്നിൽ അത്തരം ഒരു പരിവേഷം കെട്ടിയാടുന്നതൊക്കെ സമീപനമൊക്കെ അയാൾ സ്വീകരിച്ചിരുന്നു. ഇതും വ്യാജമാണെന്നൊക്കെയുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിലെല്ലാം വിജിലൻസ് പരിശോധന നടത്തും. പ്രത്യേകിച്ച് ഇയാൾ ഈ തട്ടിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ തിരുവനന്തപുരത്ത് ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ് ബന്ധുക്കൾ അന്വേഷണ സംഘത്തോടും അല്ലെങ്കിൽ വകുപ്പിലെ മറ്റ് ജീവനക്കാരെയും ഒക്കെ അറിയിച്ചിരുന്നത്. ഇക്കാര്യത്തിലും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതൊരു നാടകമാണോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഇത്തരം അസുഖങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യത്തിലും പരിശോധന നടത്തുമെന്നുള്ളതാണ് വിജിലൻസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. എന്തായാലും വലിയൊരു തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. ആ തട്ടിപ്പിന് പിന്നിൽ വകുപ്പിലെ മറ്റു ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടോ എന്നുള്ള വളരെ ഗൗരവകരമായ ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ വിജിലൻസ് സംഘം കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും വലിയ പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. 3 തരത്തിലുള്ള അന്വേഷണം ഇപ്പോൾ തന്നെ നടക്കുന്നുണ്ട്. ഒന്ന് ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട്, 2 സെക്രട്ടേറിയറ്റിലെ ധനകാര്യ വിഭാഗത്തിന് ക്ഷേമനിധി ബോർഡ് ചെയർമാൻ നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ സെക്രട്ടേറിയറ്റിലെ ധനകാര്യ വിഭാഗം ഇതിൽ പരിശോധന നടത്തുന്നു. അതിനൊപ്പം തന്നെയാണ് വിജിലൻസും പരിശോധന നടത്തുന്നത്. പോലീസിൽ ക്ഷേമനിധി ബോർഡ് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും വിജിലൻസ് അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ കാര്യമായ ഒരു പരിശോധനയിലേക്ക് പോലീസ് ഈ ഘട്ടത്തിലും പോയിട്ടില്ല. പക്ഷേ ഈ സംഗീതം നടത്തിയിട്ടുള്ളത് വലിയ തട്ടിപ്പുകളാണ്. ആ തട്ടിപ്പുകൾക്ക് വലിയ പിന്തുണ ക്ഷേമനിധി ബോർഡിൽ നിന്ന് പലരുടെയും ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോഴും അന്വേഷണ സംഘമുള്ളത്. ആ രീതിയിലുള്ള പരിശോധനകളിലേക്കും വിജിലൻസ് കടക്കുകയാണ്. രോഹിണി. ശരി, പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. വേദന സംഹാരി ഗുളികകളുടെ ഉപയോഗം കേരളത്തിൽ കുതിച്ചുയരുന്നു. സ്വയം ചികിത്സയുടെ ഭാഗമായി പാരസെറ്റമോൾ ഉപയോഗമാണ് കൂടുതൽ. അളവിൽ കൂടുതൽ പാരസെറ്റമോൾ കഴിക്കുന്നത് അപകടകരമായ സാഹചര്യം ഉണ്ടാക്കുമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകുന്നു. വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ്. അത് ലോകാരോഗ്യ സംഘടന തന്നെ എസെൻഷ്യൽ ഡ്രഗ്സിന്റെ കൂട്ടത്തിൽപ്പെടുത്തിയിട്ടുള്ള ഒരു മരുന്നാണ്. പക്ഷേ നാം മരുന്ന് കഴിക്കുന്നതിന് കൃത്യമായ അളവുകൾ ഉണ്ടാവണം. ഒരു 650 മില്ലിഗ്രാമിന്റെ ടാബ്ലറ്റ് മുതിർന്നവരിൽ ഒരു 3 ടൈംസ് 4 ടൈംസ് ഒക്കെ കഴിക്കുന്നതുകൊണ്ട് അപാകതയില്ല. സാധാരണ പനി, തൊണ്ടവേദന, ശരീരവേദനയ്ക്കൊക്കെ അത് ഉപയോഗിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ കൊച്ചുകുട്ടികളാണെങ്കിൽ 10 മില്ലിഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയിറ്റ് പെർ ഡോസ് വളരെ സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. നമുക്കൊരു 3-4 ടൈംസ് ഒക്കെ ഉപയോഗിക്കാം. പക്ഷേ പനി മാറുന്നില്ല, മറ്റു ബുദ്ധിമുട്ടുകൾ മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ സമീപിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ പാരസ്റ്റമോളിന്റെ അമിത ഉപയോഗം, അതായത് പാരസ്റ്റമോൾ ഒരു ധാരാളം കഴിക്കുന്ന രീതിയിലേക്ക്, അതായത് 4 ഗ്രാമിന് മേളിലേക്ക് 6 ഗ്രാമിന് മേളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ, ശരി 6 ഗ്രാം കഴിക്കണമെങ്കിൽ എത്ര ടാബ്ലറ്റ് ഉള്ളിൽ പോകണമെന്ന് ആലോചിക്കണം. അത്രയും ടാബ്ലറ്റ് ഉള്ളിൽ ചെല്ലുന്ന രീതിയിലേക്ക് ചെല്ലുവാണെങ്കിൽ തീർച്ചയായിട്ടും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ ഉള്ള സാധ്യത. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു. വിനീഷ്, സ്വയം ചികിത്സ വലിയ അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ്. പലപ്പോഴും ഡോക്ടർമാരെ കാണാതെ തന്നെ മെഡിക്കൽ സ്റ്റോറുകളെ ആശ്രയിച്ച് മരുന്ന് വാങ്ങുന്ന ഒരു പ്രവണത പണ്ടുമുതൽക്കേയുണ്ട്. ഇപ്പോൾ ഇത്തരം വേദന സംഹാരി ഗുളികകളുടെ ഉപയോഗം കേരളത്തിൽ കുതിച്ചുയരുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും അത് ഒട്ടും ആശാവഹമായ ഒരു കാര്യമല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത്തരത്തിൽ തലവേദനയ്ക്കോ വയറുവേദനയ്ക്കോ ഒക്കെ ഈ പാരസെറ്റമോൾ കഴിച്ചാൽ മാറും എന്നുള്ളൊരു മിഥ്യാധാരണയുടെ പുറത്ത് അമിതമായ അളവിൽ പാരസെറ്റമോൾ ശരീരത്തിനുള്ളിലേക്ക് കയറുകയാണെങ്കിൽ അത് ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യും എന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്, അല്ലേ? തീർച്ചയായിട്ടും സംസ്ഥാനത്ത് ദിനം പ്രതി ഇത്തരത്തിൽ വേദന സംഹാരി ഗുളികകളുടെ വർധനവ് അല്ലെങ്കിൽ അത്തരത്തിൽ ജനങ്ങൾ വാങ്ങുന്നതിൻ്റെ തോത് വർദ്ധിക്കുന്നു എന്നാണ് ഇപ്പോൾ IMAയുടെ കണ്ടെത്തൽ. അല്ലെങ്കിൽ അത്തരത്തിലാണ് IMA പ്രതികരിക്കുന്നത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പറയുന്നത് ഇത്തരത്തിൽ വേദന സംഹാരി ഗുളികകൾ, പ്രത്യേകിച്ച് പാരസെറ്റമോൾ ആണ് കൂടുതലായും സംസ്ഥാനത്തുടനീളം വർദ്ധിച്ചു വരുന്നത്. അത് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ തന്നെ പ്രത്യേകിച്ച് മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ കുറിപ്പടി
കുറിപ്പടിയില്ലാത്തതുകൊണ്ട് സാധാരണക്കാർ കരുതുന്നത് ഈ ഒരു പാരസെറ്റമോൾ അധികമായി കഴിച്ചാലും മറ്റു യാതൊരു വിധമായ പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്ന് സാധാരണക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പറയുന്നത് ഇത്തരത്തിലാണ്. നിലവിൽ 1.5 ഗ്രാം മുതൽ 2 ഗ്രാം വരെ നിലവിൽ ഒരു ദിവസം ഒരാൾ പാരസെറ്റമോൾ ഗുളിക കഴിക്കാൻ പാടുള്ളൂ. അത് തുടർച്ചയായി 3 മുതൽ 5 ദിവസം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് മരണകാരണത്തിലേക്ക് വരെ എത്തിക്കും എന്നാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പറയുന്നത്. അതോടൊപ്പം തന്നെ 5 ഗ്രാമിൽ കൂടുതൽ ഒരു വ്യക്തി കഴിക്കുകയാണെങ്കിൽ, ദിനംപ്രതി കഴിക്കുകയാണെങ്കിൽ അത് മരണത്തിലേക്ക് നയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരുന്നത്. പ്രത്യേകിച്ച് വേദന സംഹാരി ഗുളികകളുടെ എണ്ണം വാങ്ങുന്ന ഇനത്തിൽ സംസ്ഥാനത്ത് വളരെ വലിയ തോതിൽ വർദ്ധിക്കുന്നു. ആർക്കെങ്കിലും പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ചുമയോ ജലദോഷമോ ദേഹത്തെ ഏതെങ്കിലും ഭാഗത്ത് വേദന വരികയോ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായി ഓടിച്ചെന്ന് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഒരു പാരസെറ്റമോൾ ഗുളിക വാങ്ങുന്നു. തൽക്കാലത്തേക്ക് അത് പിടിച്ചു നിൽക്കുന്നു, അതിൽ ശമനമുണ്ടാക്കുന്നു. തുടർന്ന് വീണ്ടും ഇത്തരത്തിലുള്ള നിരന്തരമായ ഉപയോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ അധികമായി പാരസെറ്റമോൾ ഗുളിക കഴിക്കുന്നത് ആരോഗ്യത്തിന് മാത്രമല്ല മരണത്തിലേക്ക് കൂടി നയിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. 5 ഗ്രാമിൽ കൂടുതൽ ദിനം പ്രതി ഈ ഒരു പാരസെറ്റമോൾ ഗുളിക കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യസ്ഥിതിയെ വല്ലാതെ വഷളാക്കും എന്ന മുന്നറിയിപ്പ് തന്നെയാണ് മെഡിക്കൽ അസോസിയേഷൻ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതെ, ശരി. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹി മുസ്തഫാബാദിൽ കെട്ടിടം തകർന്നു വീണ് 4 പേർ മരിച്ചു. 4 നില കെട്ടിടമാണ് തകർന്നു വീണത്. കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി തിരച്ചിൽ പുരോഗമിക്കുകയാണ്. രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുന്നുണ്ട്. പുലർച്ചെ 3 മണിക്കാണ് കെട്ടിടം തകർന്നു വീണത്. ഗൗതം ചേരുന്നു. ഗൗതം, പറയൂ. രോഹിണി, ഡൽഹി മുസ്തഫാബാദിലാണ് പുലർച്ചെ 4 മണിക്ക് ഇത്തരത്തിലൊരു 4 നില കെട്ടിടം പൂർണ്ണമായി നിലം പതിച്ചത്. ഇതിൽ 4 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൂടുതൽ ആളുകൾ ഈ കെട്ടിടത്തിനകത്ത് ഉൾപ്പെട്ടിരിക്കുകയാണ്. അവരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമം ഫയർഫോഴ്സിന്റെയും മറ്റും നേതൃത്വത്തിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ആളുകൾ ഉറക്കമായതിനാൽ, പുലർച്ചെ നടന്നൊരു സംഭവമായതിനാലാണ് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി കൂടുകയും ആളുകൾ കുടുങ്ങിക്കിടക്കുകയും ചെയ്തത്. നല്ല പഴക്കമുള്ള കെട്ടിടമായിരുന്നു. ഇന്നലെ രാത്രിയിൽ ഡൽഹിയിൽ ശക്തമായ കാറ്റും മഴയും പെയ്തു. ഈ മഴയുടെ കാഠിന്യത്തിലാണ് ഇപ്പോൾ ഈ പഴയ കെട്ടിടം തകർന്നു വീണത് എന്നാണ് പോലീസും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത്. രോഹിത്, ശരി. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്. പുതുതലമുറയ്ക്ക് ദിശാബോധം പകർന്ന് ഒളിമ്പ്യൻ PR ശ്രീജേഷ് കൊല്ലം ഹോക്കിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി നടത്തുന്ന സമ്പർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു പ്രിയതാരം. ഏറെ നേരം കുട്ടികളോട് സംസാരിച്ച ശ്രീജേഷ് മധുരമേറിയ വാക്കുകളിലൂടെ ഓരോരുത്തരെയും ചിന്തിപ്പിച്ചു. കുട്ടികൾക്കായൊരു സമ്മർ ഹോക്കി ക്യാമ്പ്. കൊല്ലത്ത് നടക്കുന്ന ക്യാമ്പിലേക്ക് PR ശ്രീജേഷ് എത്തിയത് തന്റെ പിൻഗാമികളെ കാണാനായിരുന്നു. ഓരോരുത്തരുടെയും കണ്ണുകൾ സിമ്പിളായി വന്ന പ്രിയ താരത്തിലേക്ക്. മുന്നിൽ കണ്ണുനട്ടിരിക്കുന്ന ഹോക്കിയുടെ ഭാവി താരങ്ങളെ ശ്രീജേഷ് സ്വപ്നം കാണാൻ പഠിപ്പിച്ചു. തന്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ പുതുതലമുറയോട് പങ്കുവച്ചു. ശരിക്കും പറഞ്ഞ സമ്മർ കോച്ചിങ് ക്യാമ്പ് അങ്ങനെ, ഞാനൊക്കെ സമ്മർ കോച്ചിങ് ക്യാമ്പിന് പോയിട്ടുണ്ട് ജീവിരാജയില്. അവിടെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടല്ല മെയിനായിട്ട് പോകുന്നത്, ഫുഡ് അടിക്കാനും ജേഴ്സിക്കും വേണ്ടിയാണ് പോകുന്നത്. സത്യമായിട്ടും ഞങ്ങള് ചെറുപ്പത്തില് ജീവിരാജയില് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, അതായത് 8ല് സമ്മർ കോച്ചിങ് ക്യാമ്പിന് കിട്ടിയില്ല. 9ാം ക്ലാസ്സിൽ വെച്ചിട്ട് സമ്മർ കോച്ചിങ് ക്യാമ്പിന് പോകുന്നതിന്റെ മെയിൻ റീസൺ നല്ല ഫുഡായിരിക്കും. 2 നേരം ട്രെയിനിങ്ങിലുണ്ട്, ക്ലാസ്സിൽ പോകണ്ട, നല്ല ഫുഡ് കിട്ടും, അവിടെ കിടന്ന് ഉറങ്ങാം. കൂട്ടുകാർ കുറേ പേരുണ്ട്. ഇന്ന് ഇവിടെ വന്നപ്പം സാറ് പറഞ്ഞു, കഴിഞ്ഞ ദിവസം വിപുലായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം 150 പേരോളം ഉണ്ട് ഇവിടെ ഹോക്കി പഠിക്കാനെന്ന്. ഞങ്ങൾ പഠിക്കുമ്പോൾ അത്രയൊന്നും പേരില്ല, ഏകദേശം ഒരു 10-90-100 പേരൊക്കെ മാക്സിമം ഉണ്ടാവുള്ളത്, ആൺകുട്ടികളും പെൺകുട്ടികളും മിക്സ് ചെയ്തിട്ട്. ചടങ്ങിന് പിന്നാലെ ഹോക്കി ഗ്രൗണ്ടിലേക്ക് എത്തിയ ശ്രീജേഷ് കുട്ടികൾക്കൊപ്പം പരിശീലന പാഠവങ്ങൾ പങ്കുവച്ചു. ലഹരിക്കെതിരെ പോരാടാൻ കുട്ടികൾ കായിക രംഗത്തേക്ക് സജീവമാകണമെന്നും ക്യാമ്പിൽ ഒരുപാട് പേരെ കണ്ടതിൽ സന്തോഷമെന്നും
PR ശ്രീജേഷ് പറഞ്ഞു. ഇന്നത്തെ കാലത്ത് കുട്ടികൾ ചെയ്യുന്ന കാര്യം എല്ലാവരുടെ കയ്യിൽ നമുക്ക് മൊബൈലുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ മൊബൈൽ നോക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്നാണ് കൂടുതൽ കുട്ടികൾ ഇതിനകത്തേക്ക് അഡിക്റ്റ് ആവാനുള്ള മെയിൻ റീസൺ. തങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരാൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ ഒരു വീഡിയോ ഉണ്ടാക്കിയിടുവാണെങ്കിലും കുട്ടികൾക്ക് അത് ഇമിറ്റേറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇവരുടെ പേരൻസ് ആണെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഇവർ വൈകുന്നേരം ഗ്രൗണ്ടിൽ വിടുന്നു, ഇവർ എക്സസൈസ് ചെയ്യുന്നു, ഇവർ ഇൻവോൾവ്മെൻ്റ് ആകുന്നു, ഇവർ പരസ്പരം ഒരു കോമ്പറ്റീറ്റീവ് മെൻറ്റാലിറ്റി ഉണ്ടാക്കിയെടുക്കുന്നു. പിന്നെ സ്പോർട്സ് അല്ലെങ്കിൽ ഹോക്കി പഠിപ്പിക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യം വിജയം മാത്രമല്ല, തോൽവി എങ്ങനെ ഫേസ് ചെയ്യണമെന്നും ഹോക്കി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ കുട്ടികൾക്ക് അവരുടെ മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ഒരു മൈൻഡ് സ്ട്രോങ് ആക്കി എടുക്കാൻ ഇത് ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ്. അപ്പം ശരിക്കും പറഞ്ഞ ലഹരിക്കല്ല, സ്പോർട്സിനാണ് കുട്ടികൾ അടിമപ്പെടേണ്ടത്. പ്രിയതാരം മുന്നിലേക്കെത്തിയപ്പോൾ സെൽഫി എടുക്കുവാനുള്ള തിക്കും തിരക്കുമായിരുന്നു. അതിനിടെ ഹോക്കിയിലെ സംശയങ്ങളുമായി കുഞ്ഞു താരങ്ങളും ശ്രീജേഷിന്റെ അടുത്തുകൂടി. പത്മഭൂഷൺ ഏറ്റുവാങ്ങുന്നതിനായുള്ള യാത്രയ്ക്ക് മുന്നോടിയായാണ് പ്രിയതാരം കുട്ടികളെ കാണാനെത്തിയത്. അത്ലറ്റിക്സിൽ നിന്ന് ഹോക്കിയിലേക്ക് നയിച്ച കോച്ച് S. ജയകുമാറും ജൂനിയർ ടീമിൽ കോച്ചായിരുന്ന രവിവർമ്മ CS-ഉം ശ്രീജേഷിനൊപ്പം ഉണ്ടായിരുന്നു. ജനം, കൊല്ലം. ഭിന്നശേഷിക്കാരുടെ സംഘടനയായ സക്ഷമയിലെ അംഗങ്ങൾ നിർമ്മിച്ച കരകൗശല വസ്തുക്കളുടെ വിപണനത്തിനായി തൃശൂർ പൂരം എക്സിബിഷനിൽ സ്റ്റാൾ പ്രവർത്തനം ആരംഭിച്ചു. ദിവ്യാംഗരുടെ ഉന്നതിയും ഉപജീവനവും ലക്ഷ്യമിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഉൽപ്പന്നങ്ങളാണ് സ്റ്റാളിൽ ക്രമീകരിച്ചിരിക്കുന്നത്. പൂരം എക്സിബിഷൻ കമ്മിറ്റി പ്രസിഡന്റ് K. രവീന്ദ്രനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. കോർപ്പറേഷൻ കൗൺസിലർ പൂർണിമ സുരേഷ് ആദ്യ വിൽപ്പന നടത്തി. സക്ഷമ തൃശൂർ ജില്ലാ പ്രസിഡന്റ് VR രവീന്ദ്രനാഥ മേനോൻ, സെക്രട്ടറി KM ജയപാൽ എന്നിവർ സന്നിഹിതരായിരുന്നു. കണ്ണൂരിൽ KK രാഗേഷിനെ ജില്ലാ സെക്രട്ടറിയാക്കിയതിനെതിരെ CPM നേതൃത്വത്തിൽ അതൃപ്തി. പിണറായിയുടെ ഏകാധിപത്യത്തിനെതിരെ അമർഷം പുകയുന്നു. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, കണ്ണൂരിൽ KK രാഗേഷിനെ ജില്ലാ സെക്രട്ടറിയാക്കിയതിനെതിരെ CPM നേതൃത്വത്തിനുള്ളിൽ തന്നെ അതൃപ്തി പുകയുന്നതായാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ നേതൃനിരയിൽ തന്നെ ഒരു അതൃപ്തി ഉണ്ടാകുന്നത്? രോഹിണി, KK രാഗേഷിനെ സംബന്ധിച്ചിടത്തോളം താഴേക്കിടയെന്ന് പ്രവർത്തിച്ചു വന്ന ഒരു നേതാവായിരുന്നില്ല. SFIയുടെ ദേശീയ തലത്തിൽ പ്രവർത്തിച്ചു, അതിന് ശേഷം രാജ്യസഭാ അംഗമായി, പിന്നീട് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് ഈ രീതിയിലെല്ലാം പ്രവർത്തിച്ച് മുഖ്യമന്ത്രിയുടെ നോമിനിയായി ഇപ്പോൾ കണ്ണൂർ പോലുള്ള CPMൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രമെന്ന് വിലയിരുത്തപ്പെടുന്ന ജില്ലയുടെ സെക്രട്ടറിയായിട്ട് KK രാഗേഷിനെ പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം MV ജയരാജൻ പറഞ്ഞ് അവിടെ സെക്രട്ടറി ആവുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ സംസ്ഥാന സെക്രട്ടറി അടക്കം പറഞ്ഞ പേരുകൾ വേറെയായിരുന്നു. അതായത് N. പ്രകാശിനോ TV രാജേഷോ സെക്രട്ടറി ആകട്ടെ എന്നുള്ള നിലപാടായിരുന്നു സംസ്ഥാന സെക്രട്ടറിക്കുള്ളത്. കണ്ണൂരിൽ നിന്ന് മറ്റ് 3 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുണ്ട്. ശ്രീമതി ടീച്ചറായാലും ശൈലജ ടീച്ചറായാലും അതോടൊപ്പം തന്നെ EP ജയരാജൻ അടക്കമുള്ളവർ. ഇവരോടൊന്നും ഒരു തരത്തിലുള്ള അഭിപ്രായവും ചോദിക്കാതെയാണ് രാഗേഷിനെ ജില്ലാ സെക്രട്ടറിയായി അവരോധിക്കുന്നത്. ഇത്തരം ഒരു ഘട്ടം വരുമ്പോൾ ഇത് അവിടെ തന്നെയുള്ള, അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ രാഗേഷ് SFIയിലേക്ക് വരുന്നതിന് മുമ്പ് ജില്ലാ കമ്മിറ്റിയിലെ നേതൃനിരയിലുണ്ടായി. അവിടെ നിരവധി പീഡനങ്ങൾ രാഷ്ട്രീയമായി ഏറ്റുവാങ്ങേണ്ടി വന്ന നിരവധി നേതാക്കൾ നിൽക്കുമ്പോൾ അവരെ എല്ലാം ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഇത്തരമൊരു ആളെ കെട്ടിയിറക്കുന്ന ഒരു സമീപനം, അത് പാർട്ടിയുടെ രീതിക്ക് ചേർന്നതല്ല എന്ന വിമർശനം ഒരു ഭാഗത്തുനിന്ന് ഉയരുന്നു. മറുഭാഗത്തുനിന്ന് ഇത് കൂടിയാലോചിച്ച് എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ തക്ക ഒരാളെയായിരുന്നു നിയോഗിക്കേണ്ടതെന്ന അഭിപ്രായം വരുന്നു. എന്നാൽ ഇതിനൊന്നും ചെവി കൊടുക്കാതെ ഏകപക്ഷീയമായി പിണറായി വിജയൻ KK രാഗേഷ് സെക്രട്ടറി ആയാൽ മതി എന്നൊരു നിലപാടെടുത്തു പോകുന്നു. 5 മിനിറ്റ് കൊണ്ടാണ് അന്നത്തെ ജില്ലാ കമ്മിറ്റി യോഗം തന്നെ തീരുന്നത്. അതിനുശേഷം ഏറ്റവും പ്രധാനമായി പറയേണ്ട ഒരു കാര്യം, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ഭാര്യ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്കെങ്കിലും എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും PK ശ്യാമള എന്ന MV ഗോവിന്ദൻ്റെ ഭാര്യയെ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിച്ചുമില്ല. ഈ രീതിയിൽ പിണറായി വിജയൻ ഏകപക്ഷീയമായി കാര്യങ്ങൾ തീരുമാനിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ പിണറായി തന്നെ വന്നിരുന്ന് അത് ഓപ്പറേറ്റ് ചെയ്ത് നടപ്പാക്കിയപ്പോൾ ആർക്കും അതിനെതിരെ ശക്തമായി പ്രതികരിക്കാനോ ഒന്നും തന്നെ സാധിച്ചിരുന്നില്ല. എന്നാൽ വരും ദിവസങ്ങൾ KK രാഗേഷ് ജില്ലാ കമ്മിറ്റിയെ നയിച്ചുകൊണ്ട്, പാർട്ടിയെ ജില്ലയിൽ നയിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഘട്ടത്തിൽ ഇതിൻ്റെ പ്രതിഫലനം കണ്ണൂർ CPM രാഷ്ട്രീയത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്.
അറിയപ്പെടുന്നത്. അത് കരായി രാജനായാലും ചന്ദ്രനായാലും ഗോപിനാഥായാലും ഇവരെല്ലാം തന്നെ തലമുതിർന്ന കണ്ണൂരിലെ CPM നേതാക്കളാണ്. അവർക്കെല്ലാം തന്നെ കടുത്ത അതൃപ്തിയാണ് ഇതിൽ നിലനിൽക്കുന്നതെന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ ഒരു വെല്ലുവിളി അത് KK രാഗേഷിനെ സംബന്ധിച്ചിടത്തോളം അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണോ എന്നതടക്കം വലിയ ഒരു ചർച്ചയാവുകയാണ് കണ്ണൂരിലെ CPM രാഷ്ട്രീയത്തിൽ. ഇതേ ഘട്ടത്തിൽ തന്നെയാണ് ഇന്നലെ പാലക്കാട്ട് പോലും മത്സരം നടക്കുന്ന അത്തരത്തിൽ ജില്ലാ കമ്മിറ്റിക്ക് ഇല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിനെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് മത്സരിക്കുന്ന നീക്കങ്ങൾ വരുന്നു. അത് നാളെ എറണാകുളം ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുമ്പോഴും ഇത്തരത്തിൽ അഭിപ്രായ ഭിന്നതകളുണ്ട്. അവിടെ എന്ത് സമീപനമാവും സ്വീകരിക്കുക എന്നത് സംബന്ധിച്ചും അവ്യക്തതകൾ നിലനിൽക്കുകയാണ്. CN മോഹൻ നിലവിലെ ജില്ലാ സെക്രട്ടറിക്ക് താല്പര്യമുള്ള പേരല്ല P രാജീവിനുള്ളത്. P രാജീവിനും CN മോഹനും താല്പര്യമുള്ള പേരല്ല പൊതുവിൽ മറ്റു ചിലർ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഘട്ടത്തിലൊക്കെ എന്ത് ഒരു രീതിയിലാവും സമീപനം എന്നത് നോക്കിയിരുന്ന് കാണേണ്ടതാണ്. എന്തു തന്നെയായാലും MA ബേബി പാർട്ടി ജനറൽ സെക്രട്ടറി ആയതോടെ പിണറായി വിജയൻ്റെ ഏകാധിപത്യത്തിനെതിരെ വിരൽ ചൂണ്ടാൻ ഇല്ലെങ്കിൽ നീക്കങ്ങൾ നടത്താനുള്ള ഒരു അതിനുള്ള ശ്രമം താഴെത്തട്ടിൽ നിന്ന് മുതൽ ഉയരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ സൂചനകൾ കണ്ണൂരിൽ നിന്ന് തന്നെ തുടങ്ങാനുള്ള സാധ്യതയും ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നതാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. രോഹിണി, ആണവ നിരായുധീകരണ വിഷയത്തിൽ Iran-US ചർച്ച ഇന്ന് നടക്കും. റോമിലാണ് ഒമാൻ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടക്കുക. ഒമാനിൽ അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയും തമ്മിൽ ശനിയാഴ്ച നടന്ന ചർച്ചകളുടെ രണ്ടാം ഘട്ടമാണ് ഇന്ന് നടക്കുക. അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ഇസ്രായേൽ നീക്കത്തെ പൂർണ്ണമായും നിർത്തിവയ്പ്പിച്ചിട്ടില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. I'm not in a rush to do it because I think that Iran has a chance to have a great country and to live happily without death. And I'd like to see that. That's my first option. If there's a second option, I think it would be very bad for Iran. And I think Iran is wanting to talk. I hope they're wanting to talk. It's going to be very good for them if they do. And I'd like to see Iran thrive in the future, do fantastically well. I know the Iranian people, they're incredible people. Always have been very smart, very energetic, very successful people. And I don't want to do anything that's going to hurt anybody. I really don't. But Iran can't have a nuclear weapon. It's, pretty simple. It's really simple. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഇറാൻ ആണവ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിന് തൊട്ടരികെ എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നതിനിടയിലാണ് ആണവ നിരായുധീകരണ വിഷയത്തിൽ Iran-US ചർച്ചകളും പുരോഗമിക്കുന്നത്. എന്തായാലും റോമിൽ ഒമാന്റെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ നടക്കുക. എങ്ങനെ നമുക്ക് നോക്കിക്കാണാം. ാണ് ഇക്കഴിഞ്ഞ ദിവസം ഇറാനിൽ നേരിട്ട്, അതായത് അന്താരാഷ്ട്ര ആറ്റോമിക് എനർജി ഏജൻസിയുടെ അധ്യക്ഷൻ റഫേൽ ഗ്രോസി നേരിട്ട് സന്ദർശനം നടത്തുകയും അത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. ഈ ചർച്ചകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ അനുകൂല നിലപാടാണ് ഇറാൻ സ്വീകരിക്കുന്നത് ഈ ആണവ വിഷയത്തിൽ എന്ന കാര്യത്തിൽ അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി റഫേൽ ഗ്രോസി പറയുകയും ചെയ്തിരുന്നു. അന്താരാഷ്ട്ര ആണവോർജ നിരീക്ഷണ ഏജൻസിയുടെ സംവിധാനങ്ങളുടെ പരിശോധനയിൽ അക്കാര്യത്തിൽ ഒരു അനുകൂല നിലപാടാണ് ഇറാൻ സ്വീകരിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ സംഘർഷമായിരുന്നു അല്ലെങ്കിൽ ഇറാന്റെ ആണവായുധം തയ്യാറാക്കുന്നതിനുള്ള നീക്കങ്ങളെ നിന്നും പിന്തിരിപ്പിക്കാൻ സാധിക്കുന്ന ഒരു അനുകൂല സാഹചര്യം നിലനിൽക്കുന്നു എന്ന സൂചനയാണ് പുറത്തു വന്നിരുന്നത്. മാത്രമല്ല, നേരത്തെ നമുക്കറിയാവുന്നതാണ് കഴിഞ്ഞ ശനിയാഴ്ച ഇക്കാര്യത്തിൽ ഒരു ചർച്ചകൾ, അതായത് ഇറാനും അതുപോലെ തന്നെ അമേരിക്കയുടെ പ്രതിനിധിയും ഉൾപ്പെടെ പങ്കെടുത്ത, നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയും പങ്കെടുത്ത ചർച്ചകൾ ഒമാന്റെ മധ്യസ്ഥതയിൽ ഒമാനിൽ തന്നെ നടന്നിരുന്നു. ഈ ചർച്ചകളുടെ രണ്ടാം ഘട്ടമാണ് ഇന്ന് ഇപ്പോൾ നടക്കാനിരിക്കുന്നത്. റോമിലായിരിക്കും ചർച്ചകൾ നടക്കുക എന്ന് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നിലവിലെ ചർച്ചകളിൽ ഏറെ ഗൗരവമേറിയ ഒരു വിഷയം നേരത്തെ നമ്മൾക്ക് സൂചിപ്പിച്ചതുപോലെ ഇക്കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ട്രംപ് വ്യക്തമാക്കിയത് ഇത്തരത്തിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത് തടയുക എന്നത് തന്റെ നിർദ്ദേശം പോയിരുന്നു എന്നത് നേരത്തെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അത്തരത്തിലൊരു അന്തിമ നിർദ്ദേശമല്ല നൽകിയിരിക്കുന്നത്. അനിവാര്യ സാഹചര്യമുണ്ടെങ്കിൽ കർശന നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നും ഒരു പക്ഷേ ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചേക്കാം എന്നൊരു സൂചന തന്നെയാണ് ഇപ്പോൾ ട്രംപ് നൽകുകയും ചെയ്തത്. എന്നാൽ സമാധാനത്തിന് തന്നെയാണ് മുൻതൂക്കം നൽകുന്നത്. ചർച്ചകൾക്കും അതുപോലെ തന്നെ ചർച്ചകളിലൂടെയുള്ള പരിഹാരങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും പ്രാഥമിക പരിഗണന നൽകുന്നത് എന്നും ട്രംപ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ച നടക്കുന്നതോടുകൂടി നമുക്കറിയാവുന്നതാണ് വൻതോതിൽ യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ
അവസാനിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ ഇറാൻ നടത്തുകയും ചെയ്തിരുന്നു. ഈ യുറേനിയം സമ്പുഷ്ടീകരണം അന്തിമമായി ചെന്നെത്തുക പ്ലൂട്ടോണിയം ബോംബിലേക്ക് തന്നെ ആയിരിക്കുമെന്ന ഒരു യാഥാർത്ഥ്യം കൂടി, ഒരു ശാസ്ത്ര സത്യം കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കർശനമായ നടപടികളിലേക്ക് നീങ്ങുക എന്നൊരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുന്നതിനെ ഇറാൻ ആണവായുധം ശേഖരിക്കുന്ന ഒരു സംവിധാനം തടയേണ്ടതുണ്ട് എന്നൊരു നിലപാട് തന്നെയാണ് അമേരിക്കയ്ക്കുള്ളത്. നമുക്കറിയാവുന്നതാണ്, അമേരിക്കയിലെ ഈ ഇറാന്റെ പിന്തുണയോടെ പശ്ചിമേഷ്യയിൽ തുടർച്ചയായി ആക്രമണങ്ങൾ ഹൂതി വിമതരും അതുപോലെ തന്നെ ഹമാസ് ഉൾപ്പെടെയുള്ള ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ അവർക്ക് പിൻബലമാകുന്നത് ഇറാൻ ഒരു ആണവശേഷി കൈവരിക്കും അല്ലെങ്കിൽ ആണവശേഷിയിലേക്ക് നീങ്ങുന്നു എന്ന ഒരു സാഹചര്യമാണ്. അത്തരമൊരു സാഹചര്യം ഇല്ലാതായാൽ സമാധാന ചർച്ചകൾക്ക് കൂടുതൽ സാഹചര്യം ഒരുങ്ങും എന്നൊരു നിരീക്ഷണം, ഒരു അന്താരാഷ്ട്ര നയതന്ത്ര നിരീക്ഷണം തന്നെയാണ് ഈ ആശയത്തിന് പിന്നിലുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ കർശന നടപടികൾ ഉണ്ടാകുന്നത് പരമാവധി ഒഴിവാക്കുകയും ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യുക. അതേസമയം ചർച്ചകളിലൂടെ പരിഹരിക്കാനുള്ള നീക്കങ്ങൾക്ക് ഇറാൻ പിന്തുണയ്ക്കാത്തൊരു സാഹചര്യമുണ്ടെങ്കിൽ ആക്രമണത്തിന്റെ വഴികൾ തുറന്നിടുക എന്നൊരു നീക്കം തന്നെയാണ് ഇപ്പോൾ അമേരിക്കയ്ക്കുള്ളത്. രണ്ട് വശങ്ങളിലും, അതായത് ബലം പ്രയോഗിച്ചും അല്ലാതെയും പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുക, അടിയന്തരമായി പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന അന്തിമ ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് റോമിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ തുടരുകയും ചെയ്യും. രോഹിണി. ശരി ഐസൻ, തുടരുക. മറ്റൊരു വാർത്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ഐസനിൽ നിന്നും തേടേണ്ടതുണ്ട്. ക്രിമിയയിൽ റഷ്യൻ നിയന്ത്രണം തുടരുന്നതിൽ അമേരിക്കയ്ക്ക് അനുകൂല നിലപാട് എന്ന സൂചന. പാരീസിൽ യുക്രൈൻ വിഷയം സംബന്ധിച്ച് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ യോഗം നടന്നിരുന്നു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉൾപ്പെടെ പങ്കെടുത്ത യോഗത്തിൽ ലഭ്യമാക്കിയ രേഖയിലാണ് ഇക്കാര്യമുള്ളത്. 2014 മുതൽ ക്രിമിയയുടെ നിയന്ത്രണം റഷ്യയ്ക്കാണ്. ഐസൺ ചേരുന്നു. ഐസൺ, റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് US ആവശ്യപ്പെടുമ്പോൾ ക്രിമിയയിലുള്ള റഷ്യൻ നിയന്ത്രണം തുടരുന്നതിൽ അമേരിക്കയ്ക്ക് എതിർപ്പില്ല എന്നുള്ള സൂചനകളാണോ വരുന്നത്? തീർച്ചയായും രോഹിണി, ക്രിമിയയിലുള്ള നിയന്ത്രണം, ക്രിമിയയിൽ ഇപ്പോൾ റഷ്യ നിയന്ത്രണത്തിൽ തുടരുകയാണ്. നമുക്കറിയാവുന്നതാണ്, ക്രിമിയ യുദ്ധം 2014 നടന്നതും റഷ്യ ഈ ക്രിമിയ എന്ന് പറയുന്ന പെനിൻസുല അല്ലെങ്കിൽ ആ മുനമ്പിനെ പിടിച്ചെടുക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. അതേസമയം അത് യുക്രൈന്റെ അധികാര പരിധിയിൽ വരുന്ന പ്രദേശമാണ്. യുക്രൈൻ അത് ഇത്തരത്തിൽ വിട്ടുകൊടുക്കുന്നതിന് തയ്യാറല്ല എന്ന നിലപാട് തുടർച്ചയായി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇക്കഴിഞ്ഞ ദിവസം, അതായത് പാരീസിൽ മാർക്കോ റൂബിയോ ഉൾപ്പെടെ പങ്കെടുത്ത ഒരു യോഗം നടന്നിരുന്നു. യൂറോപ്യൻ യൂണിയനുമായ ഒരു യോഗമാണ് നടന്നത്. ആ യോഗത്തിൽ വളരെ കൃത്യമായി നടത്തിയ ചില ധാരണകളുടെ ചർച്ചകളുടെ ഡ്രാഫ്റ്റിലാണ് ഇക്കാര്യമുള്ളത് എന്നാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്തയിലാണ് ഇക്കാര്യം വളരെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുള്ളത്. ക്രിമിയയുടെ നിയന്ത്രണം റഷ്യക്ക് തന്നെ നിലനിർത്തുന്നതിൽ എതിരഭിപ്രായം അമേരിക്കയ്ക്കില്ല എന്നൊരു നിലപാടാണ്. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിലൊരു നിലപാട് ഏത് രീതിയിലായിരിക്കും യുക്രൈൻ സ്വീകരിക്കുക എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. എന്നാൽ ഇത്തരം ഒരു സൂചന വളരെ കൃത്യമായി പുറത്തു വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഇപ്പോൾ നിലവിലെ ഈ സംഘർഷത്തിന് കാരണമായ രണ്ട് ടെറിട്ടറികളുണ്ട്, രണ്ട് പ്രദേശങ്ങളുണ്ട്. റഷ്യൻ വംശജർ കൂടുതലുള്ള, റഷ്യയോട് വിധേയത്വം പുലർത്തുന്ന രണ്ട് ടെറിട്ടറികളുടെ നിയന്ത്രണം സംബന്ധിച്ച തർക്കമാണ് ഇന്നത്തെ യുദ്ധത്തിലേക്ക് എത്തിച്ചേർന്നത്. ആ യുദ്ധത്തിലേക്ക് എത്തിച്ചേർന്ന സ്റ്റേറ്റുകളുടെ അല്ലെങ്കിൽ പ്രദേശങ്ങളുടെ വിഷയങ്ങൾ സംബന്ധിച്ചുള്ള തുടർ ചർച്ചകളൊന്നും തന്നെ വിശദമായി പുറത്തു വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ വെടിനിർത്തൽ അനിവാര്യമായി ഉണ്ടാകേണ്ടതാണ് എന്ന നിലപാടിലേക്ക് കർശനമായി നീങ്ങുകയും, അല്ല വെടിനിർത്തലിൽ നിന്നുള്ള നീക്കങ്ങൾ ഇനിയും വൈകിക്കുകയാണെങ്കിൽ അമേരിക്ക പിന്തിരിയുകയും ചെയ്യുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ അറിയിക്കുന്ന ഒരു സാഹചര്യം പോലുമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ യുക്രൈന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ക്രിമിയ റഷ്യ 2014 പിടിച്ചെടുത്തിരുന്നു. പിടിച്ചെടുത്ത റഷ്യയ്ക്ക് ആ ക്രിമിയയുടെ നിയന്ത്രണം തുടരണം എന്നൊരു നിലപാട് അമേരിക്കയ്ക്കുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ തർക്കമുണ്ടായിരിക്കുന്ന, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 3 വർഷം മുമ്പ് തർക്കമുണ്ടായ രണ്ട് പ്രവിശ്യകൾ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനങ്ങളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തു വരികയും ചെയ്തിട്ടില്ല. നിലവിലെ സൂചനകൾ അനുസരിച്ച് തുടർ ചർച്ചകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. എന്തു തന്നെയായാലും ക്രിമിയയുടെ നിയന്ത്രണം റഷ്യക്ക് നിലനിർത്തുന്നതിന് അമേരിക്കയ്ക്ക് അനുകൂല നിലപാടെന്ന് പറയുന്നത് യുക്രൈൻ അംഗീകരിക്കാനുള്ള സാധ്യത എത്ര കണ്ടുണ്ട് എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ചർച്ചകൾ നീളാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഒരുപക്ഷെ ഇത് തന്നെയായിരിക്കാം ചർച്ചകളിൽ നിന്ന് പിന്തിരിയാനുള്ള നീക്കം ഉണ്ടാകും എന്ന് അമേരിക്ക പറയാനുള്ള ഒരു കാരണവുമെന്നും സൂചനകളിൽ പുറത്തു വരുന്നുണ്ട്. ശരി, ഐസൺ ജൂസാണ് വിവരങ്ങൾ നൽകിയത്. US ഇമിഗ്രേഷൻ വകുപ്പ് പിടികൂടിയ ഭീകരൻ ഹാപ്പി പസിയ എന്ന ഹർപ്രീത് സിംഗിനെതിരെ വെളിപ്പെടുത്തലുമായി US ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഇയാൾ പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISI, ഖലിസ്ഥാൻ ഭീകര സംഘടനയായ ബബ്ബർ ഖൽസ ഇന്റർനാഷണൽ എന്നിവയുമായി സഹകരിച്ച് പ്രവർത്തിച്ചതായി സംശയിക്കുന്നുവെന്നാണ് FBI വിലയിരുത്തൽ. കഴിഞ്ഞ 2 വർഷത്തിനിടെ പഞ്ചാബിൽ നടന്ന 16 പ്രധാന ഭീകരാക്രമണങ്ങളുമായി ഹർപ്രീതിന് ബന്ധമുണ്ടെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നത്. അനധികൃതമായി US കടന്നതിന് പിന്നാലെ സാക്രമെന്റോയിൽ വെച്ചാണ് ഹർപ്രീത് അറസ്റ്റിലായത്.
മേടമാസ പൂജകൾ പൂർത്തിയാക്കി ഇന്നലെ ശബരിമല നടയടച്ചു. ഇതോടെ 18 ദിവസത്തെ ദർശനകാലത്തിനാണ് സമാപനമായത്. ഇടവമാസ പൂജകൾക്കായി മെയ് 14-ന് നട തുറക്കും. പാലക്കാട് കോട്ടായി പെരുംകുളങ്ങര ക്ഷേത്രോത്സവത്തിൽ വെടിക്കെട്ടിനിടെ അപകടം. 6 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കോഴിക്കോട് ഫറൂഖ് ചന്ദ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിന് പാർക്കിംഗ് സൗകര്യം ഒരുക്കാതെ സ്ഥലത്ത് പൂന്തോട്ടമൊരുക്കുകയാണ് ആശുപത്രി അധികൃതർ എന്ന് പരാതി. ഇതിനെതിരെ രോഗികളുടെയും നാട്ടുകാരുടെയും ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ദിവസേന നിരവധി രോഗികളെത്തുന്ന ഫറൂഖ് ചന്ദ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ പണി 2 വർഷത്തെ മെല്ലെപ്പൊക്കിന് ശേഷമാണ് പൂർത്തിയാകുന്നത്. പക്ഷേ അപ്പോഴും രോഗികളുടെ എക്കാലത്തെയും ആവശ്യമായിരുന്ന പാർക്കിംഗ് സൗകര്യത്തിനായുള്ള സ്ഥലം മാത്രം എവിടെയും ഒരുക്കിയിട്ടില്ല എന്നതാണ് വസ്തുത. പാർക്കിംഗ് സൗകര്യമില്ലെങ്കിലും പൂന്തോട്ടമടക്കമുള്ള സൗന്ദര്യവൽക്കരണത്തിലാണ് ആശുപത്രി അധികൃതരുടെ ശ്രദ്ധ എന്നാണ് നാട്ടുകാരുടെ പരാതി. ഇതിപ്പോ തുടങ്ങിയിട്ട് ഒരു 2-2.5 വർഷം കഴിഞ്ഞു. പിന്നെ ഒന്നാമത് പാർക്ക് ഏരിയ അല്ല അതിനുള്ളിൽ. ഓരോ രോഗികളെ വന്നിക്കാണെങ്കിൽ നിർത്താനുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ടാക്കാനില്ല. നിലവിലിപ്പോൾ ഇല്ലാത്തതാണ് ഇപ്പം കാണുന്നത്. ഈ റോഡൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും വീതി കുറഞ്ഞ റോഡായതുകൊണ്ട് അതിന് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ ഈ പൂന്തോട്ടം മോടി പിടിപ്പിക്കാനുള്ള ഇതൊക്കെയാണ് അവിടെ ഉണ്ടാക്കണതിനുള്ളിൽ. ഏറ്റവും ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു രോഗീനായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ റോഡ് മേലെ നിർത്തി പോകാൻ പറ്റില്ല. അപ്പം അതിനുള്ള സജ്ജീകരണം അത് അവിടെ ഉണ്ടാക്കാനില്ല. ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതിക്ക് പരിഹാരം കാണാനാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. പാർക്കിംഗ് സൗകര്യമില്ലെങ്കിൽ അത് ആശുപത്രിയിലെത്തുന്ന രോഗികളെ കൂടുതൽ ദുരിതത്തിലാക്കും. മാത്രമല്ല, നേരത്തെ ആശുപത്രിയിലേക്ക് മിനി സിറ്റി ബസ് സർവീസ് നടത്തിയിരുന്നു. എന്നാൽ നിലവിൽ ബസ് സർവീസ് നിർത്തിവച്ചിരിക്കുകയാണ്. ഇത് പുനരാരംഭിക്കണമെന്ന ആവശ്യവും വിവിധ കോണിൽ നിന്ന് ഉയരുന്നുണ്ട്. ബസ് സൗകര്യം വന്നു കഴിഞ്ഞാൽ സൗകര്യമാണ്, ഇവിടെ ഇറങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ 40 രൂപ 50 രൂപ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ച് വരുന്നത്. ഇവിടുന്ന് അങ്ങനെ ഇല്ലാത്തൊരു ബുദ്ധിമുട്ടും. ഇപ്പോൾ ഹോസ്പിറ്റൽ ഉള്ളതാണ്. നമ്മൾ ഈ ചുറ്റളവ് താമസിക്കുന്നവരാണ്. നമ്മളെ കുട്ടികളായാലും ഇപ്പോൾ സ്കൂൾക്ക് പോകണമെങ്കിൽ പേട്ടയ്ക്ക് പോകണം. അപ്പോൾ ഇവിടുന്നൊക്കെ ഫറോക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് ബസ് കിട്ടിയാൽ ഇവിടുന്ന് കയറാം. ഇവിടുന്ന് പെരുമ്പോത്തേക്ക് ബസ് ഉണ്ട്. ഇനി അതിപ്പോൾ കുറച്ച് കാലത്തിൽ വേണ്ടാമെന്ന് നിർത്തിവെച്ചതാണ്. തുടങ്ങിയാൽ ഏറ്റവും നല്ല കാര്യം. ഒരു മിനി ബസ് ഇവിടെ ഓടി കള്ളിത്തോടി റൂട്ടിൽ ഇങ്ങനെ അതിപ്പോൾ കാണുന്നില്ല. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിടം വരുമ്പോഴും പാർക്കിംഗ് സൗകര്യമില്ലെങ്കിൽ അത് രോഗികളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. പൂന്തോട്ടമല്ല, പാർക്കിംഗ് സൗകര്യമാണ് വേണ്ടതെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ജനം, കോഴിക്കോട്. മലബാറിൽ അത്ര സുപരിചിതമല്ലാത്ത പൊട്ടുവെള്ളരി കൃഷിയിൽ ശ്രദ്ധേയനായി ഒരു യുവ കർഷകൻ. കോഴിക്കോട് പന്നിക്കോട് സ്വദേശി സുനീഷാണ് 1.5 ഏക്കർ സ്ഥലത്ത് 100 മേനി കൊയ്യുന്നത്. പച്ചക്കറി കൃഷിയിൽ അപൂർവ ഇനം പരീക്ഷിച്ച് വിജയം കൊയ്യുകയാണ് ഉച്ചക്കാവിൽ സുനീഷ് എന്ന യുവ കർഷകൻ. വടക്കൻ കേരളത്തിൽ അത്ര പരിചിതമല്ലാത്ത പൊട്ടുവെള്ളരി കൃഷിയിൽ 100 മേനി കൊയ്തിരിക്കുകയാണ് സുനീഷ്. വിറ്റാമിനുകളും ധാതുക്കളും നിറഞ്ഞ പൊട്ടുവെള്ളരി 45 ദിവസം കൊണ്ടാണ് വിളവെടുത്തിരിക്കുന്നത്. പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് പൊട്ടുവെള്ളരി. അതായത് നമ്മൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇതുവരെ ആരും ചെയ്യാത്തൊരു കൃഷിയാണ് പൊട്ടുവെള്ളരി. ഇത് 25 ദിവസം ആകുമ്പോഴത്തേക്ക് പൂവിട്ടുണ്ട്. ഒരു 45 ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് കാലാവധി കഴിയുന്നത്. പൂവിട്ട് കഴിഞ്ഞാൽ വിളവെടുപ്പ് വേഗം കഴിഞ്ഞു പോകും. ഈ ചൂടത്ത് മത്തേക്കനേക്കാളും നല്ലത് തണുപ്പിന് എല്ലാവരും ഉപയോഗിക്കുന്നത്. വിളവെടുപ്പിന് പാകമാകുമ്പോൾ കൃഷിയിടത്തിൽ നിന്ന് പൊട്ടുന്നത് കൊണ്ടാണ് പൊട്ടുവെള്ളരി എന്നറിയപ്പെടുന്നത്. കൃഷി മാതൃകാപരമാണെന്ന് വാർഡ് മെമ്പർ പറഞ്ഞു. ഒരു പുതിയ അനുഭവമാണ് ഇത്. നമ്മുടെ പഞ്ചായത്തിലെ നമ്മുടെ വാർഡിലെ യുവ കർഷകനായിട്ടുള്ള സുനീഷ് അവരുടെ പ്രയത്നം കൊണ്ടുള്ള പുതിയ കണ്ടുപിടുത്തം, കൃഷിയിൽ നവീന രീതിയിൽ കൃഷിയുടെ കണ്ടുപിടുത്തം, അതിന്റെ ഒരു ഭാഗമാണ് ഈ പൊട്ടുവെള്ളരി ഇവരുടെ പരിചയപ്പെടുത്തിയത്. ഒരു അനുഭവം തന്നെയാണ് ഇതിന്റെ ജ്യൂസ് കഴിക്കുമ്പോൾ. ഇത് വളരെ ഹെൽത്തിയാണ്. ഇതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് പഞ്ചായത്തിന്റെ കടമയാണ്. ജലസമ്പുഷ്ടമായ പൊട്ടുവെള്ളരിയുടെ ജ്യൂസ് ഏറെ രുചികരമാണ്. കൃഷിരീതി കാണാൻ വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് എത്തുന്നത്. എന്തൊക്കെ കഴിച്ചപ്പോ? ജ്യൂസും പച്ചി. പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ കൃഷി വിജയമായതുകൊണ്ട് കൂടുതൽ സ്ഥലത്ത് വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ യുവ കർഷകൻ. ജനം, കോഴിക്കോട്. ഇടുക്കി തൊമ്മൻകുത്തിൽ വനം വകുപ്പ് കുരിശ് പൊളിച്ചതിനെ രൂക്ഷമായി വിമർശിച്ച് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് വനം വകുപ്പ് കാട്ടുനീതി നടപ്പാക്കുകയാണ്.
കൈവശാവകാശ ഭൂമിയിലെ കുരിശു പൊളിക്കാൻ വനം വകുപ്പിന് അധികാരമില്ല. മേഖലയിൽ റവന്യൂ വനം സംയുക്ത പരിശോധന നടന്നിട്ടില്ലെന്നും ഉടൻ തന്നെ സർവേ നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. തൊമ്മൻകുത്ത് സെന്റ് തോമസ് ഇടവക കുരിശു സ്ഥാപിച്ചത് സംരക്ഷിത വനഭൂമിയിലാണെന്നാണ് വനം വകുപ്പിന്റെ വിശദീകരണം. വനംവകുപ്പിന് ഈ സ്ഥലത്തിന്റെ മേലെ യാതൊരു അവകാശവുമില്ല എന്നുള്ളതാണ്. മാത്രമല്ല ജോയിന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ അത്തരത്തിലുള്ള മേഖലകളിലേക്ക് വനംവകുപ്പ് കയ്യേറ്റം നടത്തുന്നത് കൂടുതൽ വനഭൂമി സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയും ജനങ്ങളെ കുടിയിറക്കി വിടുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ആ പ്രദേശങ്ങളിലാകെ പോയിട്ടുള്ളവരാണ്. അവിടെ കൃഷി നടന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ ഒരുപാട് ആളുകൾ ജീവിക്കുന്ന ഒരു സാഹചര്യമൊക്കെ. പക്ഷേ ഇത് വനംവകുപ്പ് അനാവശ്യമായി ആ മേഖലയിലേക്ക് കടന്നു കയറി വന്ന് ഇടവക ദേവാലയത്തിന്റെ കുരിശ് ഒളിച്ചു മാറ്റി അതിക്രമിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണുണ്ടായത്. നടിയുടെ പരാതിയിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ താരസംഘടന അമ്മ കടുത്ത നടപടിയെടുത്തേക്കുമെന്ന് റിപ്പോർട്ട്. സംഘടനയുടെ ആഭ്യന്തര കമ്മിറ്റി ഷൈനിന്റെ വിശദീകരണം തേടുന്നുണ്ട്. തിങ്കളാഴ്ച ഷൈനിനെ സംബന്ധിച്ച് നിർണായക ദിവസമാകും. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ താരസംഘടന അമ്മ നടപടിയെടുത്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും ഷൈനിന്റെ വിശദീകരണം തേടിയാൽ മാത്രമേ അവർക്ക് തുടർ നടപടികളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ ഇനി എങ്ങനെയാണ് അത് പ്രാവർത്തികമാക്കുക? രോഹിണി, അത് സംബന്ധിച്ച് നമ്മൾ ഇന്നലെ തന്നെ വാർത്തകൾ നൽകിയതാണ്. മോണിറ്ററിംഗ് കമ്മിറ്റി തിങ്കളാഴ്ച കൂടുന്നുണ്ട്. അവിടെ ഷൈൻ ടോം ചാക്കോ ഹാജരാകുമെന്നും ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അവിടെ നേരിട്ടെത്തി വിശദീകരണം നൽകി. ഈ നടിയുടെ പരാതിയിൽ നേരിട്ടെത്തി വിശദീകരണം നൽകുമെന്നതായിരുന്നു ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ടവർ വ്യക്തമാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച രാവിലെ 10 മണിയോടുകൂടി തന്നെ കൊച്ചിയിലെത്തി അത്തരത്തിൽ വിശദീകരണം നൽകും എന്നതാണ് വ്യക്തമാക്കിയിരുന്നത്. അതിൽ വിശദീകരണം തേടിയതിന് ശേഷം മാത്രം ഏത് രീതിയിലാണ് വിശദീകരണം, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി സംബന്ധിച്ച് തീരുമാനമെടുക്കുകയെന്നും അമ്മ സംഘടനയിൽപ്പെട്ടവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫിലിം ചേംബർ ആയാലും ഇവരെല്ലാം തന്നെ ഈ വിശദീകരണം ലഭിച്ചതിന് ശേഷം എന്ത് നിലപാടാണ് ഷൈൻ ടോം ചാക്കോ മുന്നോട്ട് വെക്കുന്നത് എന്നതുകൂടി മനസ്സിലാക്കിയ ശേഷം പിന്നീട് മറ്റ് തീരുമാനങ്ങൾ എടുക്കാമെന്നതാണ് അവർ സ്വീകരിച്ചിട്ടുള്ള നയം. ആ രീതിയിൽ തന്നെയാവും മുന്നോട്ട് പോവുകയും ചെയ്യുക. എന്തു തന്നെയായാലും വളരെ ഗൗരവതരമായി തന്നെയാണ് ഈ നടിയുടെ പരാതിയെ താരസംഘടനയായാലും മറ്റ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനകളും കാണുന്നത് എന്നതാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. എന്നാൽ ഈ കാര്യങ്ങളിൽ ഏത് രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്കാകും പോവുക എന്നത് നമുക്ക് കണ്ടറിയേണ്ടതാണ്. കാരണം നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നിരവധി പേർക്കെതിരെ ഇത്തരം ആരോപണങ്ങളും എല്ലാം തന്നെ വന്നു. എന്നാൽ അതിൽ എല്ലാം കടത്തിവെട്ടിക്കൊണ്ട് ലഹരിയുടെ ഒരു സാന്നിധ്യം അതിൽ തന്നെ പക്ഷേ വ്യക്തമായ തെളിവില്ല. നടിയുടെ കുടുംബവുമായി തന്നെ എക്സൈസുകാർ ബന്ധപ്പെടുമ്പോൾ അത്തരമൊരു പരാതിയുമായി ഇല്ലെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നൊരു നിലപാടാണ് നടിയുടെ പിതാവടക്കം സ്വീകരിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ പരാതിയുമായും ബന്ധപ്പെട്ട് കർശന നടപടിയിലേക്ക് പോകുമെന്നതും നോക്കിക്കാണേണ്ടതാണ്. രോഹിണി. ശരി, സുധീഷാണ് വിവരങ്ങൾ നൽകിയത്. ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തെ തുടർന്ന് അൺഎയ്ഡഡ് കോളേജുകളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്താൻ കണ്ണൂർ സർവകലാശാലയിൽ നിന്നുള്ള ഒരു ജീവനക്കാരനെ കോളേജുകളിലേക്ക് നിയോഗിക്കും. ഇവരുടെ സാന്നിധ്യത്തിൽ മാത്രമായിരിക്കും ചോദ്യപേപ്പർ ഡൗൺലോഡ് ചെയ്യലും വിതരണവും. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, കണ്ണൂർ സർവകലാശാലയുടെ BCA പരീക്ഷാ പേപ്പർ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ടാണ് വലിയ വിവാദം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. കാരണം കാസർഗോഡ് ബേക്കലിലെ കോളേജിലെ അധ്യാപകൻ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി അത് വിദ്യാർത്ഥികൾക്ക് വാട്സപ്പ് വഴി എത്തിച്ചു നൽകിയെന്ന ഗുരുതരമായ കണ്ടെത്തലാണ് കഴിഞ്ഞ ദിവസം സർവകലാശാല നടത്തിയത്. സർവകലാശാലയുടെ സ്ക്വാഡ് ഈ കോളേജിൽ നടത്തിയ പരിശോധനാ സമയത്താണ് ഇത്തരമൊരു കാര്യം കണ്ടെത്തിയത്. കാസർഗോഡ് ബേക്കലിലെ ഗ്രീൻവുഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് ഇത്തരം വലിയൊരു ക്രമക്കേട് നടത്തിയതായി കണ്ടെത്തിയത്. കാരണം സാധാരണഗതിയിൽ സർവകലാശാല പരീക്ഷയ്ക്ക് 2 മണിക്കൂർ മുൻപ് മാത്രമാണ് ഈ ചോദ്യപേപ്പർ ആ കോളേജിന്റെ പ്രിൻസിപ്പളിന്റെ പ്രത്യേകം തയ്യാറാക്കിയ മെയിലിലേക്ക് അയച്ചു കൊടുക്കാറുള്ളത്. അത് അവിടെ നിന്ന് കോളേജിൽ നിന്ന് പ്രിന്റ് എടുത്ത ശേഷം പരീക്ഷാ സമയത്ത് വിദ്യാർത്ഥികൾക്ക് നൽകുകയാണ് പതിവ്. എന്നാൽ ഈ ചോദ്യപേപ്പർ വന്ന സമയത്ത് തന്നെ അത്
മൊബൈലിൽ ഫോട്ടോ എടുത്ത് വാട്സപ്പ് വഴി വിദ്യാർത്ഥികൾക്ക് എത്തിച്ചു നൽകിയത് ഗുരുതരമായ കണ്ടെത്തൽ ഈ സർവകലാശാല സ്ക്വാഡ് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലുള്ള അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെയാണ് ഈ അൺഎയ്ഡഡ് കോളേജുകളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്താൻ കണ്ണൂർ സർവകലാശാല ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന വിവരം പുറത്തുവരുന്നത്. സർവകലാശാലയിൽ നിന്നുള്ള ഒരു ജീവനക്കാരനെ ഇത്തരം അൺഎയ്ഡഡ് കോളേജുകളിലേക്ക് നിയോഗിക്കാനാണ് ഇപ്പോൾ സർവകലാശാല തീരുമാനിച്ചിരിക്കുന്നത്. ഇവരുടെ സാന്നിധ്യത്തിൽ മാത്രമായിരിക്കും ഈ കോളേജുകളിലേക്ക് അയക്കുന്ന ചോദ്യപേപ്പർ അതത് കോളേജിലെ പ്രിൻസിപ്പൽമാർ ഡൗൺലോഡ് ചെയ്യുകയും അതിനുശേഷം പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്യുകയും നടത്തേണ്ടത് എന്നൊരു നിർദ്ദേശം കൂടി സർവകലാശാല മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മാത്രമല്ല 60 ജീവനക്കാരെ ഇതിനായി തിങ്കളാഴ്ച മുതൽ നിയോഗിക്കാനും സർവകലാശാല തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു നിർണായകമായ തീരുമാനം കൂടി സർവകലാശാല എടുത്തിട്ടുണ്ട്. ഈ കാസർഗോഡ് ഗ്രീൻവുഡ്സ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പരീക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഈ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായത്. അതിനെ തുടർന്ന് ഈ മുഴുവൻ പരീക്ഷകളും റദ്ദാക്കുക എന്നൊരു നടപടിയിലേക്കല്ല സർവകലാശാല കടക്കുന്നത്. അതായത് ഈ BCA 6ാം സെമസ്റ്റർ പരീക്ഷ മുഴുവനായി റദ്ദാക്കാതെ ഈ ക്രമക്കേട് കണ്ടെത്തിയ ഗ്രീൻവുഡ്സ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പരീക്ഷ മാത്രം റദ്ദാക്കിക്കൊണ്ട് അവിടെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്താം എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ സർവകലാശാല എടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ബേക്കൽ പോലീസ് എടുത്ത അന്വേഷണം തുടരുകയാണ്. മാത്രമല്ല സർവകലാശാല സിൻഡിക്കേറ്റ് സമിതിയെ ഈ ഒരു ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരുടെയും അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ആരോഹിണി, അതോടൊപ്പം മിഥുൻ, നമുക്കറിയാം ഇത് ഞെട്ടിപ്പിക്കുന്ന ഗുരുതരമായ സ്വഭാവം ഉള്ളത് തന്നെയാണ്. എന്തായാലും വാട്സപ്പിന്റെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ അധ്യാപകർ തന്നെ ചോർത്തിയത്. ഇതിനു മുൻപും നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു അന്വേഷണം കൂടി നടത്തേണ്ടതല്ലേ? തീർച്ചയായും അത്തരത്തിലൊക്കെ അന്വേഷണം വേണമെന്നൊരു ആവശ്യം സർവകലാശാല ഉയർത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അതായത് പരീക്ഷ നടക്കുന്നതിന് 2 മണിക്കൂർ മുൻപ് മാത്രമാണ് സർവകലാശാലയിൽ നിന്നും ഈ കോളേജ് പ്രിൻസിപ്പലിന്റെ മെയിൽ ID-യിലേക്ക് ഈ ഒരു പരീക്ഷാ ചോദ്യപേപ്പർ അയച്ചു നൽകുക. അത് അദ്ദേഹത്തിന് മാത്രം നിക്ഷിപ്തമായ ഒരു പ്രത്യേക പാസ്വേഡ് ഉപയോഗിച്ചാണ് തുറക്കേണ്ടത്. അതിനുശേഷം അത് പ്രിന്റ് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്ത് പരീക്ഷ നടത്താറാണ് പതിവ്. എന്നാൽ ഈ കാസർഗോഡ് ബേക്കലിലെ ഗ്രീൻവുഡ്സ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സർവകലാശാല അയച്ചു നൽകിയ അതേ സമയത്ത് തന്നെ കമ്പ്യൂട്ടറിൽ വെച്ച് തന്നെ ഈ പരീക്ഷാ പേപ്പറിന്റെ ഫോട്ടോ എടുത്ത് അത് അധ്യാപകർ തന്നെ വിദ്യാർത്ഥികൾക്ക് ചോർത്തി നൽകുന്നു. ഇത് അധ്യാപകർ മാത്രമായിരിക്കില്ല ഇതിന് പിന്നിൽ എന്നൊരു കാര്യം കൂടി വന്നിട്ടുണ്ട്. കാരണം പ്രിൻസിപ്പൽ അറിയാതെ എങ്ങനെയാണ് പ്രിൻസിപ്പലിന്റെ ID-യിൽ നിന്നും ഈ പുറത്തേക്ക് വരേണ്ട ചോദ്യപേപ്പർ എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചതെന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം എന്തായാലും ശക്തമായി നടത്തണമെന്നൊരു ആവശ്യം സർവകലാശാല മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിലും ഇത്തരം ഒരു പ്രവണത നടന്നിട്ടുണ്ടോ എന്നൊരു സംശയം കൂടി ഇത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും ഈ കാര്യങ്ങൾ മുഴുവൻ അന്വേഷിക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് പൊതുവെ ഉയർന്നിരിക്കുന്നത്. അന്വേഷണത്തിൽ ഒരു കൂടുതൽ വ്യക്തത വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രോഹിണി, ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ശക്തമായ മഴ ലഭിക്കാതായതോടെ ചൂട് കൂടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി. ശാലിനി ചേരുന്നു. ശാലിനി, സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ചൂട് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഇനിയും ചൂട് വർദ്ധിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ശക്തമായ മഴ ലഭിക്കാത്തതാണ് ഇതിന് പ്രധാനമായ കാരണം. എന്തായാലും ഇനിയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ എപ്രകാരമാണ്? രോഹിണി, സംസ്ഥാനത്ത് വേനൽ കടുക്കുകയാണ്. താപനില മിക്ക ജില്ലകളിലും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. 35 ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ പ്രതിദിന താപനില, അതായത് പകൽ സമയത്തെ താപനില മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കർശന ജാഗ്രതാ നിർദ്ദേശം ആണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ നിർദ്ദേശം ആണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഒക്കെ തന്നെ നൽകുന്നത്. വരുന്ന 5 ദിവസത്തെ കാലാവസ്ഥാ പ്രവചനം നോക്കുകയാണെങ്കിൽ 5 ദിവസവും വേനൽ മഴ കുറയും, പകരം വേനൽ കഠിനമാകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ ജില്ലകൾക്ക് അലേർട്ടുകൾ നൽകിയിട്ടുണ്ട്. പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. താപനില ക്രമാതീതമായി ഉയരും. അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പുകളും
ജാഗ്രതാ നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾ പാലിക്കണമെന്നുള്ള പ്രത്യേക ജാഗ്രത നൽകിയിട്ടുള്ളത്. കൂടാതെ ഈ നിർജ്ജലീകരണം, സൂര്യാഘാതം, സൂര്യാതാപം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ വിലയിരുത്തുന്നുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജാഗ്രത പാലിക്കണമെന്നൊരു പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം കൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് നൽകുകയും ചെയ്യുന്നുണ്ട്. രാവിലെ 11 മണി മുതൽ 3 മണി വരെയുള്ള വെയിൽ നേരിട്ട് ശരീരത്തിൽ ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം എന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ്. പ്രത്യേകിച്ച് ഈ ഇടിമിന്നൽ സാധ്യത മുന്നറിയിപ്പുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടരുന്നുണ്ടായിരുന്നു, വേനൽമഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ. പക്ഷേ വരുന്ന 5 ദിവസത്തേക്കുള്ള സാധ്യതാ പ്രവചനത്തിൽ മഴയ്ക്ക് ശമനമുണ്ടാകും, പകരം വെയിൽ കഠിനമാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രതകൾ പാലിക്കുക, ഒപ്പം തന്നെ ഈ പരമാവധി നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. എന്തായാലും സൂര്യാഘാതം, സൂര്യാതാപം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ അൾട്രാവയലറ്റ് ഇൻഡെക്സ് അതികഠിനമായി ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ ഇടുക്കി, കൊട്ടാരക്കര അടക്കമുള്ള മേഖലകളിൽ UV ഇൻഡെക്സ് 11 മുകളിലേക്ക് പോകുകയും റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. നിലവിൽ ആ സാഹചര്യം തന്നെ നിലനിൽക്കുന്നുണ്ട്. മിക്ക ജില്ലകളിലും ഓറഞ്ച് അലർട്ട്, തിരുവനന്തപുരം, കൊല്ലം അടക്കമുള്ള ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് ജാഗ്രതാ മുന്നറിയിപ്പാണ് ഈ അൾട്രാവയലറ്റ് തോത് ഉയരുന്ന സാഹചര്യത്തിൽ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജാഗ്രത പുറപ്പെടുവിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വെള്ളം ആവശ്യത്തിന് കുടിക്കുക, അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക എന്നീ മുന്നറിയിപ്പുകൾ കൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഈ ഘട്ടത്തിൽ നൽകുകയാണ്. തീപിടുത്തത്തിനൊക്കെയുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ജാഗ്രതയും ജനങ്ങൾ പാലിക്കണം എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. എന്തായാലും വേനൽ മഴയ്ക്ക് ശമനം ഉണ്ടാകുന്ന സംസ്ഥാനത്ത് വേനൽ അതികഠിനമാകുന്ന സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിക്കുന്ന മുന്നറിയിപ്പ്. രോഹിണി. ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ കൊടും ചൂടിന് ആശ്വാസമായി മഴയെത്തുന്നു. ഇന്ന് പൊടിക്കാറ്റിനും മഴയ്ക്കും സാധ്യത. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശും. നാളെയും രാജ്യ തലസ്ഥാനത്ത് മേഘാവൃതമായ ആകാശമാകുമെന്ന് IMD പ്രവചനം. അതേസമയം രാജസ്ഥാനിൽ കനത്ത ചൂട് തുടരുകയാണ്. സംസ്ഥാനത്തെ താപനില 45 ഡിഗ്രി സെൽഷ്യസ് കടന്നു. ഉഷ്ണതരംഗ കാലാവസ്ഥ രാജസ്ഥാനിൽ തുടരുമെന്നാണ് പ്രവചനം. കോഴിക്കോട് പോലീസ് കസ്റ്റഡിയിലെടുത്തയാളുടെ വീട് കത്തി നശിച്ച നിലയിൽ. വെള്ളയിൽ സ്വദേശി ഫൈജാസിന്റെ വീടാണ് കത്തി നശിച്ചത്. നാട്ടുകാരുമായി ഉണ്ടായ സംഘർഷത്തെ തുടർന്ന് ഇന്നലെ രാത്രിയാണ് ഫൈജാസിനെ വെള്ളയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പുത്തൻപുലരിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.